ഹായ് ഹലോ, നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കീമിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2024 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ സർട്ടൺ റീജിയൻ ഈസ് ഗിവൺ ബൈ E ഈസ് ഈക്വൽ ടു A/H² ഇൻറ്റു I ക്യാപ് പ്ലസ് B/Y³ ഇൻറ്റു J ക്യാപ്. ദ SI യൂണിറ്റ് ഓഫ് A ആൻഡ് B. എയും ബിൻ്റെ യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് അല്ലേ ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമുക്കറിയാം യൂണിറ്റിൻ്റെ റൂൾസ് അനുസരിച്ചിട്ടല്ലേ, സെയിം ഡയമെൻഷൻസ് ഉള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ A/Y² എന്നും B/Y³. സോ ദിസ് ബോത്ത് വിൽ ഹാവ് ദ സെയിം യൂണിറ്റ് അല്ലേ. അപ്പോൾ A/H² എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സിമിലർലി B/Y³ ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ക്ലിയർ ആണോ? ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളുമാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളുമാണ്. അങ്ങനെയാണെങ്കിൽ A/H² ന്യൂട്ടൺ പെർ കൂളുമാണ്. A/H² ന്യൂട്ടൺ പെർ കൂളുമാണ്. H എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സിമിലർലി B/Y³ ന്യൂട്ടൺ പെർ കൂളുമാണ്. ബിക്കോസ് ഒരേ ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു H² ഇൻറ്റു ന്യൂട്ടൺ പെർ കൂളും, B ഈക്വൽ ടു Y³ ഇൻറ്റു ന്യൂട്ടൺ പെർ കൂളും. ഓക്കെ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി X എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ A ഈക്വൽ ടു ന്യൂട്ടൺ. എക്സ് എന്നുള്ളത് നമുക്ക് മീറ്റർ എന്ന് എടുക്കാം. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളുമും B എന്നുള്ളത് Y എന്നുള്ളതും ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ആകുമ്പോൾ മീറ്റർ ക്യൂബ്. അപ്പോൾ B എന്താവും? ന്യൂട്ടൺ മീറ്റർ ക്യൂബ് പെർ കൂളും. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. സർഫസ് ടെൻഷൻ, പ്രഷർ, വിസ്കോസിറ്റി ആൻഡ് ഇമ്പൾസ്. അപ്പോൾ ലിസ്റ്റ് 2-ൽ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്കപ്പം കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. ഓപ്ഷൻ B ആണ്. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ലെങ്ത് ആണ് അല്ലേ. ഫോഴ്സ് പെർ ലെങ്ത് ആണ്. അപ്പോൾ ഫോഴ്സ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും യൂണിറ്റ്? ML/T⁻⁻² ആണ് അല്ലേ. ഡിവൈഡ് ബൈ ലെങ്ത് ആകുമ്പം എന്തായിരിക്കും? കിലോഗ്രാം ഇൻറ്റു സെക്കൻഡ്⁻². അപ്പോൾ എക്ക് ഓപ്ഷൻ എന്തായിരുന്നു? 4 ആയിരുന്നു. അപ്പോൾ എക്ക് ഓപ്ഷൻ 4 ആയിരുന്നു. പ്രഷറിൻ്റെ ഫോർമുല എന്താണ്? പ്രഷറിൻ്റെ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷറിൻ്റെ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഫോർമുല എന്തായിരിക്കും? ML-1T⁻² ഇല്ലേ. അപ്പോൾ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ പ്രഷറിന് ഓപ്ഷൻ 3 ആണ്. ക്ലിയർ അല്ലേ? ഇനി വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഓഫർ റെസിസ്റ്റൻസ് ടു വൺ ലെയർ ഓവർ അനദർ അഡ്ജസൻറ്റ് ലെയർ. അത് വിസ്കോസിറ്റി എന്നുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സിലുള്ള ഒരു ടേമാണ് വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ആക്ച്വലി ഫോർമുല നമ്മൾ ഇങ്ങനെ എടുക്കാറുള്ളത്: ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു വിസ്കോസിറ്റി ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഇതാണ് ഫോർമുല. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ET എന്നുള്ളത് വിസ്കോസിറ്റിയാണ്, ടൗ എന്നുള്ളത് ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ ടൗ ഷിയർ സ്ട്രെസ് ഈക്വൽ ടു വിസ്കോസിറ്റി ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഡൗട്ട് വരുവാണെങ്കിൽ ഇത് വന്നിട്ട് ടൗ ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു DU/DY ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. വെലോസിറ്റി DU എന്ന് പറഞ്ഞാൽ U എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, Y എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിനെയാണ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയണത്. മനസ്സിലാവണുണ്ടോ? ക്ലിയർ ആണോ? അപ്പോൾ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് DU/DYനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയും. ക്ലിയർ ആണ്? വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ടൗ എന്നുള്ളത് എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. ടൗ എന്നുള്ളത് എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. സ്ട്രെസ്സിനും പ്രഷറിനൊക്കെ ഒരേ യൂണിറ്റ് ആണ്. സ്ട്രെസ്സിനും പ്രഷറിനൊക്കെ ഒരേ യൂണിറ്റ്. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല എഴുതുവാണെങ്കിൽ പ്രഷറിൻ്റെ ഫോർമുല ML-1T⁻² ഈസ് ഈക്വൽ ടു ഈറ്റ ആണ് കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ അല്ലേ? DU എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? LT⁻⁻1 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. Y എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് L എന്ന് കൊടുത്താൽ അപ്പോൾ L ക്യാൻസൽ ആവും. ആൻസർ എന്താവും? T⁻⁻1 ആവും. അങ്ങനെയാണെങ്കിൽ ഈറ്റ ഈക്വൽ ടു ML-1T⁻² ബൈ T⁻⁻1 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ T⁻⁻1 മേളിലോട്ട് പോവുകയാണെങ്കിൽ എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. അപ്പോൾ ഫോർമുല എന്താവും? ML-1 T⁻⁻1. ക്ലിയർ അല്ലേ? ഈ ഫോർമുല ഓക്കെ ആണോ? ക്ലിയർ ആണ്? ഈ റിലേഷൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വിസ്കോസിറ്റി അങ്ങനെയാണെങ്കിൽ ML-1 T⁻⁻1. അപ്പോൾ കിലോഗ്രാം മീറ്റർ⁻⁻1 സെക്കൻഡ്⁻⁻1. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റും ഒരേ യൂണിറ്റ് ആണ് കേട്ടോ. ഇമ്പൾസിനും
മൊമെൻറ്റത്തിനും ഒരേ യൂണിറ്റാണ്, ഇമ്പൾസും മൊമെൻറ്റവും ഒരേ യൂണിറ്റാണ്. അപ്പോൾ മൊമെൻറ്റം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോർമുല എഴുതുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് എഴുതും ഇമ്പൾസിന്. മൊമെൻറ്റം എന്നുള്ളത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. രണ്ടിന് യൂണിറ്റ് സെയിം തന്നെയാണ്. അപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് എന്നുള്ളത് കിലോഗ്രാം ആണ്, വെലോസിറ്റി എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്താവും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? ഇനി ദ സ്പീഡ് ഓഫ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വാട്ടർ. അപ്പോൾ സ്പീഡ് ഓഫ് ദ വേവ് തന്നിട്ടുണ്ട്, ഇസ് ഗിവൺ ബൈ V is equal to lambda raised to A, G raised to B, rho raised to C ആണ്. ലാംഡ, ജി, റോ എല്ലാം വേവ് ലെങ്ത്, ആക്സലറേഷൻ, ഡെൻസിറ്റി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് എ, ബി ആൻഡ് സി. എയും ബിയും സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ഇല്ലേ? അപ്പോൾ ഇവിടെ വി എന്നുള്ളത് വെലോസിറ്റി ആണ്. അപ്പോൾ ഞാനിവിടെ വെലോസിറ്റി, സ്പീഡ് ഓഫ് എ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വാട്ടർ ഈസ് ഗിവൺ ബൈ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ. വേറെ ലാംഡ, ജി എല്ലാം തന്നിട്ടുണ്ട്, വേവ് ലെങ്ത്, ഗ്രാവിറ്റി, ഡെൻസിറ്റി. അപ്പോൾ എയും ബിയും ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ. അപ്പോൾ സ്പീഡ് ഓഫ് ദ വാട്ടർ അല്ലേ? അപ്പോൾ സ്പീഡ് നമ്മൾ എങ്ങനെ എഴുതാം? സ്പീഡിൻ്റെ ഫോർമുല എന്താണ്? ഞാൻ വി ആണ്, വി എന്നോട് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ വി എന്നുള്ളത് വെലോസിറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ വെലോസിറ്റിൻ്റെ ഫോർമുല എന്താണ്? എൽ ടി റൈസ് ടു -1 ആണ് ഫോർമുല. ശരിയല്ലേ? ഈസ് ഈക്വൽ ടു ലാംഡ എന്നുള്ളത് വേവ് ലെങ്ത് ആണ്, വേവ് ലെങ്തിന് എല്ല് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ എൽ റൈസ് ടു 1 ദ ഹോൾ റൈസ് ടു എ. ഇനി ജി എന്നുള്ളത് എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എൽ ടി റൈസ് ടു -2. റോ എന്നുള്ളത് ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റിൻ്റെ ഫോർമുല എം എൽ റൈസ് ടു -3. ഇത് ക്ലിയർ ആണോ? ഇതൊരു ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ അല്ലയോ? ശരി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, മാസ് എം ഇവിടെ ഉണ്ടോ? എം എവിടെയെങ്കിലും എം ഉണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം എന്താണ്? 0 ആണ് അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ എം ഉണ്ട്, എമ്മിൻ്റെ പവർ എന്താണ്? സി. അപ്പോൾ ഞാൻ ഫസ്റ്റ് എമ്മിനാണ് എഴുതിയത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എം ഇല്ല, ഞാൻ ഇക്വേറ്റിംഗ് ഫോർ എം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം ഇല്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ എം ഉണ്ട്, അതിന് എമ്മിൻ്റെ പവർ സി ആണ്. ഓക്കെ അല്ലേ? ഇനി എൽ എടുക്കാം. എല്ലിൻ്റെ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ പവർ 1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ പവർ എ ഉണ്ട്, പ്ലസ് ബി ഉണ്ട്, -3c ഉണ്ട്. ക്ലിയർ ആണോ? എൽ റൈസ് ടു എ, എൽ റൈസ് ടു 1 ഇൻറ്റു ബി, എൽ റൈസ് ടു -3c. ക്ലിയർ അല്ലേ? ഇനി ടി എടുക്കുകയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടി എടുക്കുകയാണ്. ടി എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടീൻ്റെ പവർ -1 ആണ്. ഓക്കെ അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡ് ടീൻ്റെ പവർ -2b ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ -1 ഇസ് ഈക്വൽ ടു -2bയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബി കിട്ടും, ബി ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ ബി 1/2, സി 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതായത് 1 ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്താണ്? 1/2, സി എന്താണ്? 0. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു 1, ദെയർഫോർ എ ഈസ് ഈക്വൽ ടു 1 - 1/2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 1 - 1/2 എന്താണ്? 1/2 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, എക്ക് 1/2, ബിക്ക് 1/2, സിക്ക് 0. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? ഇത് കുറച്ച് ഫാസ്റ്റ് അങ്ങ് ചെയ്തു പോവുക. ഇതൊരു ഓക്കെ ആണോ? ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എൻ ഇക്വേഷൻ ഇസ് ഗിവൺ x plus a by y square, x plus a by y square into y minus b is equal to RT എന്ന് തന്നിട്ടുണ്ട്. where RT, h is the pressure. ഓക്കെ, ശരി. y is the volume. അപ്പോൾ ഇവിടെ നോക്കി, ആൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എച്ച് വന്നിട്ട് പ്രഷറാണ്, എച്ച് പ്രഷർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എ ബൈ വൈ സ്ക്വയറും പ്രഷർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എച്ച് പ്രഷർ ആണെങ്കിൽ എ ബൈ വൈ സ്ക്വയറും പ്രഷർ ആയിരിക്കും. കാരണം രണ്ട് സെയിം ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ ബൈ വൈ സ്ക്വയർ എന്നുള്ളത് പ്രഷറാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? എം എൽ -1 ടി റൈസ് ടു -2 കഴിഞ്ഞ് അല്ലേ? ഇനി y മൈനസ് ബി. അപ്പോൾ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒയ്ക്കും ബിക്കും ഒരേ യൂണിറ്റ് ആയിരിക്കണം. ഒയ്ക്കും ബിക്കും ഒരേ യൂണിറ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് y എന്നുള്ളത് വോളിയമാണ്. y എന്താണ്? വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ ബിക്കും വോളിയത്തിൻ്റെ യൂണിറ്റ് ആയിരിക്കും ഇല്ലേ? ബിക്കോസ് ഒയും ബിയും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഒയിൻ്റെ യൂണിറ്റ് തന്നെയാണ് ബിൻ്റെ യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒയ് വോളിയം തന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ എനിക്ക് ബിയും എന്തായിട്ട് എടുക്കാം? വോളിയമായിട്ട് എടുക്കാം. വോളിയം ആണെങ്കിൽ L³ ആണ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, എ ബൈ വൈ സ്ക്വയർ ആണ് ML -1 ടി റൈസ് ടു -2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ എന്നുള്ളത് ML -1 ടി -2 ഇൻറ്റു വൈ സ്ക്വയർ. ഇവിടെ y എന്നുള്ളത് വോളിയമാണ് അല്ലേ? വോളിയം എന്നുള്ളത് എന്താണ്? L³ ദ ഹോൾ സ്ക്വയർ എന്നിടാം. അങ്ങനെയാണെങ്കിൽ ML -1 ടി -2
ഇൻറ്റു എൽ റൈസ് ടു 6 എന്ന് വരും ഇല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? എം എൽ റൈസ് ടു 5 ടി റൈസ് ടു -2. കാരണം ഇവിടെ എല്ലിന് പവർ 6 ഉണ്ട്, ഇവിടെ എല്ലിൻ്റെ പവർ -1 ഉണ്ട്. അപ്പോൾ -1 + 6 എന്താണ്? 5 ആണ്. അപ്പോൾ നമുക്ക് എയുടെ യൂണിറ്റ് കിട്ടി. അപ്പോൾ എയുടെ യൂണിറ്റ് എന്താണ്? എം എൽ റൈസ് ടു 5 ടി റൈസ് ടു -2ഉം ബിൻ്റെ യൂണിറ്റ് എന്താണ്? എൽ ക്യൂബും ആണ് അല്ലേ. അപ്പോൾ ഇവർ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്താണ്? എം എൽ റൈസ് ടു 5 ടി റൈസ് ടു -2 ആണ് എ. അപ്പോൾ എ ബൈ ബി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ ബൈ ബി, ബിൻ്റെത് എൽ ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ എൽ ക്യൂബ് ആണെങ്കിൽ ഇതിന് ആൻസർ എന്താവും? എൽ ക്യൂബ് ആണെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ എങ്ങനെ എഴുതാം? എൽ ക്യൂബ് ആണെങ്കിൽ എം ഇൻറ്റു എൽ റൈസ് ടു 5 - 3 എത്രയാണ്? 2 -2. അപ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഏത് ഫോർമുലയാണ്? എനർജിയുടെ യൂണിറ്റ് ആണ് അല്ലേ. ക്ലിയർ ആണോ ഇത്? ഇതൊരു ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഫോഴ്സ് എഫ്, വെലോസിറ്റി വി ആൻഡ് ടൈം ആർ കൺസിഡർ എ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഡെൻസിറ്റി. ഓക്കെ. അപ്പോൾ ഡെൻസിറ്റി ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതാം ഡെൻസിറ്റി ഈക്വൽ ടു എഫ് റൈസ് ടു എ ഇൻറ്റു വി റൈസ് ടു ഒരു ക്വാണ്ടിറ്റി ബി കൊടുക്കാം ടി റൈസ് ടു സി. അപ്പോൾ എഫ് എന്നുള്ളത് ഫോഴ്സ് ആണ്, വി എന്നുള്ളത് വെലോസിറ്റി, ടി എന്നുള്ളത് ടൈം ആണ്. ഓക്കെ അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല നമുക്ക് എങ്ങനെ ചെയ്യാം? ഡെൻസിറ്റി, റോ എന്നുള്ള ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിൻ്റെ ഫോർമുല മാസ് ബൈ വോളിയം ആണ് അല്ലേ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോളിയം. അപ്പോൾ എം എൽ റൈസ് ടു -3. എഫ് എന്നുള്ള ഫോഴ്സ് ആണ്. അപ്പോൾ എം എൽ ടി റൈസ് ടു -2. വി എന്നുള്ളത് വോളിയം ആണ്, വോളിയം അല്ല വെലോസിറ്റിയാണ്. എൽ ടി റൈസ് ടു -1. ഓക്കെ. ടി എന്നുള്ള ടൈമാണ്, ടൈം ടി എന്ന് എഴുതി. ഇതൊരു ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി ഇവിടെ നമ്മൾ പവർ ഇട്ടിട്ടുണ്ട് എ ബി സി. ഓക്കെ ആണോ? നമുക്കിതിന് സോൾവ് ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ, ഇതിൽ വലിയ ടഫുള്ള കാര്യമൊന്നുമില്ല. സോൾവ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ എം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എമ്മിൻ്റെ പവർ എന്താണ്? 1 ആണ് അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡ് എമ്മിൻ്റെ പവർ എന്താണ്? എം റൈസ് ടു എ. അപ്പോൾ എ വേറെ ടൈംസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലിൻ്റെ പവർ എന്താണ്? -3. റൈറ്റ് ഹാൻഡ് സൈഡ് എല്ലിൻ്റെ പവർ എന്താണ്? എ പ്ലസ് അടുത്തൊരു എല്ലും കൂടെ, 2 എല്ലുണ്ടല്ലോ, ഒരു എല്ലും അടുത്ത എല്ലുണ്ട്. ഇവിടെ എല്ലിൻ്റെ പവർ ബി, ഇവിടെ എല്ലിൻ്റെ പവർ എ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു -3. എൻ്റെ വാല്യൂ 1 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം -3 ഈസ് ഈക്വൽ ടു 1 + ബി എന്ന് എഴുതാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ബി? ബി ഈക്വൽ ടു -3 - 1. അപ്പോൾ -4 എന്ന് കിട്ടും. ഇത് ഓക്കെ ആണോ? +1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോകുമ്പോൾ -1 ആയിട്ട് മാറും. -3 -1 എന്നുള്ളത് -4 ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ടൈമിനെ കുറിച്ച് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടൈം എന്നുള്ളത് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടൈം ഉണ്ടോ? ഇല്ല. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ടൈം എന്താണ്? -2a. ഇനി -b + c ഇല്ലേ. ടി ക്ലിയർ അല്ലേ? ടിക്ക് 3 വാല്യൂസ് ഉണ്ട്. ടി പവർ -2aയും ടി പവർ -bയും ടി പവർ സിയും ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സി കാൽക്കുലേറ്റ് ചെയ്യാം ഇല്ലേ. ഓക്കെ ആണോ? അപ്പോൾ 0 ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു എൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ -2 കൊടുക്കാം. ഇനി -b ആണ്. അപ്പോൾ -b എന്ന് പറയുമ്പോൾ ആൾറെഡി b -4 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് +4 + c എന്ന് എഴുതാം ഇല്ലേ. -2 + 4 എന്താണ്? 2. അതിനർത്ഥം c ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? -2 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് എന്തൊക്കെയാണ്? a 1 കിട്ടി, b -4 കിട്ടി, c -2 കിട്ടി ഇല്ലേ. ക്ലിയർ ആണോ? സോ അത് നമ്മൾ ജസ്റ്റ് ഈ പവറിൽ കൊടുത്താൽ മതി. എയ്ക്കും ബിക്കും സിക്കും വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ എയ്ക്ക് 1 കിട്ടി, ബിക്ക് എന്ത് കിട്ടി? -4 കിട്ടി, സിക്ക് എന്ത് കിട്ടി? 2 കിട്ടി. ഇത് ഓക്കെ ആണോ? അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ. ആർ, എച്ച് എൽ ആൻഡ് എച്ച് സി റെപ്രസെൻറ്റ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡയമെൻഷൻലെസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എച്ച് എല്ലും എച്ച് സിയും മാറും. ഇത് ശ്രദ്ധിക്കുക. ഇതിനെല്ലാത്തിനും യൂണിറ്റ് വന്നിട്ട് ഓം എന്ന് എടുത്താൽ മതി. ഓക്കെ അല്ലേ? എച്ച് എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, എച്ച് സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ആർ എന്നുള്ള റെസിസ്റ്റൻസ് എല്ലാത്തിനും യൂണിറ്റ് സെയിം ആണ്. അപ്പോൾ ഇതിൽ ഏതോ ഒന്നിൽ ഡയമെൻഷൻ ലെസ് ആണ്. ഡയമെൻഷൻ ലെസ് എന്ന് പറയുമ്പം റേഷ്യോ എടുക്കുമ്പോൾ ആൻസർ സെയിം കിട്ടണം. അപ്പോൾ ഞാൻ ഓപ്ഷൻ ബി ആണ് ഡയറക്റ്റ് എഴുതാം. കാരണം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ് അല്ലേ. ബൈ √of എച്ച് എൽ ഇൻറ്റു എച്ച് സി. എച്ച് എല്ലും ഓം ആണ്, എച്ച് സിയും ഓം ആണ്. ഓമിൻ്റെ ഓം സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് ഓം സ്ക്വയർ വരും ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് കിട്ടും? ഓം ബൈ ഓം എന്ന് തന്നെ വരത്തുള്ളൂ ഇല്ലേ. ബിക്കോസ് സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിപ്പോൾ ഓം ബൈ ഓം എന്താണ്? യൂണിറ്റ് ഇല്ലാതെ മാറും ഇല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇനി കൺസിഡർ ദ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ നിങ്ങൾക്കറിയാം. കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇല്ലേ. തെർമോഡൈനമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ. അപ്പോൾ ഇതിൽ എഫിഷ്യൻസിൻ്റെ ഫോർമുല എന്നിട്ടുണ്ട് ആൽഫ ബീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു log e ബീറ്റ h ബൈ kT. k എന്നുള്ള ബോൾസ്മാൻ
കോൺസ്റ്റൻ്റ് ആണ്, ടി എന്നുള്ള ടെമ്പറേച്ചറാണ്, ആൽഫയും ബീറ്റയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി ഇ ടി എന്നുള്ളത് എഫിഷ്യൻസിയാണ്, എഫിഷ്യൻസിക്ക് യൂണിറ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആൽഫയും ബീറ്റയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവർ എന്തായിട്ട് മാറണം? ഡയമെൻഷൻ ലെസ് ആയിട്ട് മാറണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അപ്പം ഇ ടി എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫയ്ക്ക് ഒരു ഡയമെൻഷൻ ബീറ്റയ്ക്ക് ഒരു ഡയമെൻഷൻ ആണെങ്കിൽ പോസിബിൾ ആണ്. ബട്ട് ആൽഫയും ബീറ്റയും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറണം? ഡയമെൻഷൻ ലെസ് ആയിട്ട് മാറണം. എന്നാലേ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ആൽഫ ഈക്വൽ ടു ബീറ്റ വരത്തില്ല. കാരണം സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആൽഫേൻ്റെ യൂണിറ്റ് മീറ്ററും ബീറ്റയുടെ യൂണിറ്റ് മീറ്ററും ആണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റ എന്തായിട്ട് മാറും? മീറ്റർ ഇൻറ്റു മീറ്റർ എന്തായിട്ട് മാറും? മീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. അത് പോസിബിൾ അല്ല. കാരണം ഈറ്റയുടെ യൂണിറ്റ് എന്താവണം? ഈറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഡയമെൻഷൻ ലെസ് ആക്കി മാറണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആൽഫയ്ക്ക് എം എഴുതിയാൽ ബീറ്റയ്ക്ക് ഞാൻ എങ്ങനെ എഴുതാം? 1/m എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ ബീറ്റ ചെയ്താൽ ആൻസർ എന്തായിട്ട് മാറും? ഡയമെൻഷൻ ലെസ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ ഡി. വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട സമയം കളയേണ്ട. ഡയമെൻഷൻ ഓഫ് ആൽഫ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ബീറ്റ ഇസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യനിൽ വിച്ച് ഇസ് ദ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻകറക്റ്റ് വന്നിട്ട് ആക്ച്വലി ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ആണ് ഇല്ലേ? അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് എന്നുള്ള ഏതാണ്? ഡയമെൻഷൻ ഓഫ് ആൽഫ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ബീറ്റ. ഇത് ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻസിൽ തന്നെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ കാർ ആക്സലറേറ്റ്സ് ഫ്രം റെസ്റ്റ്. നമുക്കൊരു കാർ ഉണ്ട് ഇല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ കാർ ആക്സലറേറ്റ്സ് ഫ്രം റെസ്റ്റ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ആൽഫ, ഓക്കെ, ഫോർ സം ടൈം, ആഫ്റ്റർ വിച്ച് ഡീസലറേറ്റ്സ്. അപ്പോൾ കാർ എന്ത് ചെയ്യണം? ആക്സലറേറ്റും ചെയ്യുകയാണ്, അത് കഴിഞ്ഞ് ഡീസലറേറ്റും ചെയ്യുകയാണ്. രണ്ട് ടൈമിലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം T1, അടുത്ത ടൈം T2 എന്ന് എടുക്കാം. അപ്പോൾ ഈ കേസസ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ പൊതുവെ പ്ലോട്ട് വരച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ ആക്സലറേഷനെ കുറിച്ചാണ് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്ലോട്ട് വെലോസിറ്റി ടൈം പ്ലോട്ടാണ്. ഏത് പ്ലോട്ടാണ്? വെലോസിറ്റി ടൈം പ്ലോട്ട്. അപ്പോൾ ഞാൻ വെലോസിറ്റി ടൈം പ്ലോട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർ ആക്സലറേറ്റ്സ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ആൽഫ ഫ്രം റെസ്റ്റ്. അപ്പോൾ ഈ പ്ലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ വെലോസിറ്റി 0 ആണ്. 0 എന്ന് വിയിലോട്ട് പോവുകയാണ് ഇല്ലേ? മാക്സിമം പോവുകയാണ് ആൽഫയിൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ് T1. പിന്നെ അവിടെ നിന്ന് ഡീസലറേറ്റ് ചെയ്യണം, അതാണ് ബീറ്റ. താഴോട്ട് വരികയാണ്, ആ ടൈം T2 ഇല്ലേ? അപ്പോൾ ഈ പ്ലോട്ടിൽ നിന്ന് എനിക്ക് എഴുതാൻ പറ്റും T ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ഇസ് T1 പ്ലസ് T2. ഇനി ഇവിടെ ആൽഫ എന്നുള്ളത് ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, ബീറ്റ എന്നുള്ളത് നെഗറ്റീവ് ആൻസർ, അതിൽ റിട്ടാർഡേഷൻ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോപ്പായിട്ട് എടുക്കാം ഇല്ലേ? പൊതുവേ ഇതിന് സ്ലോപ്പാണ്. സ്ലോപ്പിൻ്റെ ഫോർമുല, മാത്തമെറ്റിക്കൽ ഫോർമുല എന്താണ്? y2 മൈനസ് y1 ബൈ h2 മൈനസ് x1. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ y2 എന്നുള്ളത് ഫൈനൽ പോയിന്റ്, y1 എന്നുള്ളത് ഇനിഷ്യൽ പോയിന്റ് ആണ്. ഫൈനൽ പോയിന്റ് വെലോസിറ്റി v, ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0. അപ്പോൾ ഞാൻ v എന്ന് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ ആക്ച്വലി v മൈനസ് 0 ആണ്, വേണമെങ്കിൽ എഴുതാം. ഓക്കെ, v മൈനസ് 0 ബൈ h2 മൈനസ് h1. ഇവിടെ h2 മൈനസ് h1 എന്ന് പറഞ്ഞാൽ ടൈമാണ് അല്ലേ? 0 to vൻ്റെ ടൈമാണ് എന്താണ്? T1. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എഴുതാം ആൽഫ ഈക്വൽ ടു v ബൈ T1 എന്ന് എഴുതാം. സിമിലർലി ബീറ്റയും സ്ലോപ്പായിട്ട് എടുക്കാം. അപ്പോൾ ബീറ്റ ഈക്വൽ ടു വീണ്ടും ഫോർമുല എങ്ങനെ എടുക്കാം? സെയിം തിങ്, v ബൈ T2 എന്ന് എഴുതാം. ബിക്കോസ് ബീറ്റ എന്നുള്ള സ്ലോപ്പിനുള്ള ടൈം T2 ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇത് ക്ലിയർ അല്ലേ? ബീറ്റ നെഗറ്റീവ് അല്ല, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വരും, മൈനസ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പാണ്. ഓക്കെ ആണോ? പക്ഷെ ഞാൻ ഇവിടെ v ബൈ, ആക്ച്വലി ഇത് 0 മൈനസ് v ബൈ T2 എന്നാണ് വരേണ്ടത്. 0 ഫ്രണ്ടിൽ വരും, മൈനസ് v. പക്ഷെ ബീറ്റ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ ബീറ്റ ഈക്വൽ ടു v ബൈ T2 എന്ന് എഴുതാം. അത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ഞാൻ T1 എഴുതാം. വാട്ട് ഈസ് T1 ഫ്രം ഹിയർ? T1 ഈസ് നത്തിങ് ബട്ട് v ബൈ ആൽഫ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് T2 എഴുതാം. വാട്ട് ഈസ് T2? v ബൈ ബീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ T1 പ്ലസ് T2 ആണ് ഇല്ലേ? T1 പ്ലസ് T2 ആണെങ്കിൽ v ബൈ ആൽഫ പ്ലസ് v ബൈ ബീറ്റ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഞാൻ v കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ബീറ്റ പ്ലസ് ആൽഫ ബൈ ആൽഫ ബീറ്റ എന്ന് വരും ഇല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു T. അപ്പോൾ എനിക്ക് വേണ്ടത് v ആണ്. അപ്പോൾ v ഈക്വൽ ടു T ഇൻറ്റു ആൽഫ ബീറ്റ മേളിലോട്ട് പോകും ഇല്ലേ? ന്യൂമറേറ്ററിലോട്ട്. അപ്പോൾ T ഇൻറ്റു ആൽഫ ബീറ്റ ബൈ ആൽഫ പ്ലസ് ബീറ്റ. ഇതാണ് ആൻസർ. ക്ലിയർ ആണോ ഇത്? ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഡി 9th ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, അത് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി നമ്മളെ പോർഷനിലില്ല. ഓക്കെ, അടുത്തൊന്ന് നോക്കിയേ. എ ടെന്നീസ് ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് h ആൻഡ് ആഫ്റ്റർ
ഫ്രീലി ഫോളിങ് ഓൺ ആൻ വുഡൻ ഫ്ലോർ ഇറ്റ് റീബൗണ്ട്സ് ആൻഡ് റീച്ചസ് എ ഹൈറ്റ് h/2. അപ്പോൾ റീബൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ബോൾ നമ്മൾ റിലീസ് ചെയ്ത് ഒരു ഹൈറ്റ് h ഉണ്ട്, അത് കഴിഞ്ഞ് അത് റീബൗണ്ട് ചെയ്യുമ്പോൾ ആ ഹൈറ്റ് എന്താവും, ഹൈറ്റ് പകുതിയോളം കുറഞ്ഞു. അപ്പോൾ ഇനിഷ്യൽ ഹൈറ്റ് h ആണെങ്കിൽ റീബൗണ്ട് ചെയ്യണ ഹൈറ്റ് എന്താണ്, h/2. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലോട്ട് എന്നിരിക്കുന്നത് വെലോസിറ്റി വെർസസ് ഹൈറ്റ് ആണ് ഇല്ലേ. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വെലോസിറ്റി വെർസസ് ഹൈറ്റ് ആണെങ്കിൽ ഏത് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? v², നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട് അല്ലേ, v² - u² = 2as എന്ന് എഴുതാം, അല്ലെങ്കിൽ s = ut + ½ at². അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട്, ഈ ബൗൺസിങ് ആകുമ്പോൾ നമുക്ക് രണ്ട് വെലോസിറ്റി എടുക്കാം, ഫൈനൽ എടുക്കാം, ഇനിഷ്യൽ എടുക്കാം. ഓക്കെ അല്ലേ. ഇപ്പോൾ ഫോർമുല v² = u² ± 2gh ഫോർമുല. ആ ± 2gh നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ± ഇട്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ v² - u, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വെലോസിറ്റി വെർസസ് ഹൈറ്റ് ആണ് അല്ലേ. ഈ ഇക്വേഷൻ കണ്ട, ഈ ഇക്വേഷനിൽ എന്താണ്, v² = u² + 2gh ഇങ്ങനെ എഴുതലും മതി ഇല്ലേ, അല്ലെങ്കിൽ v² - u² = 2as. അപ്പോൾ ഈ ഇക്വേഷനിൽ വെലോസിറ്റി സ്ക്വയറിലും ഹൈറ്റ് ലീനിയർ ഫോമാണ്. അപ്പോൾ ഇതൊരു പാരബോളിക് ഇക്വേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വെർസസ് ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പാരബോള വേണം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ പാരബോള ഇല്ല, ഓപ്ഷൻ ബി പാരബോള ഇല്ല, ഓപ്ഷൻ ഡിയും പാരബോളിക് അല്ല ഇല്ലേ. എന്നാൽ ഓപ്ഷൻ സി വന്ന് കാണാൻ ഒരു പാരബോള പോലെ ഉണ്ട് ഇല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാരബോള. ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ വെലോസിറ്റി നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ബോൾ എന്ത് ചെയ്യണം, ഈ ഡയഗ്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വെലോസിറ്റി നെഗറ്റീവ് ആണ്, താഴോട്ട് വരികയാണ്. അടുത്തത് ബൗൺസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, മേളിലോട്ട് പൊങ്ങിയാണ്. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ്, അപ്പോൾ മേളിൽ നിന്ന് വേണം എടുക്കാൻ. ഓക്കെ അല്ലേ, ഈ പ്ലോട്ട് മനസ്സിലായോ? അപ്പോൾ ഇത് പാരബോളിക് എന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നുമില്ല, വെലോസിറ്റിയും ഹൈറ്റും. സപ്പോസ് വിയും ടിയും നമ്മൾ എടുക്കുകയാണെങ്കിൽ v = u + at, നമ്മളപ്പോൾ വെലോസിറ്റി ടൈം പ്ലോട്ട് വരയ്ക്കുമ്പോൾ ലീനിയർ ആയിട്ട് വരയ്ക്കണം, കാരണം വിക്കും ടിൻ്റെ പവർ ലീനിയർ പവറാണ്. എന്നാൽ v² = u² + 2gh, അല്ലെങ്കിൽ s = ut + ½ at². മനസ്സിലായോ? s = ut + ഡിസ്റ്റൻസ് ടൈം പ്ലോട്ട് ഒരിക്കലും ലീനിയർ ആവത്തില്ല. ഡിസ്റ്റൻസ് ടൈം പ്ലോട്ടും പാരബോളിക് ആയിരിക്കും. വെലോസിറ്റി ടൈം പ്ലോട്ട് ലീനിയർ ആയിരിക്കും, വെലോസിറ്റി ഡിസ്റ്റൻസും എന്താവും, പാരബോളിക് ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ കമ്മിങ് ഫ്രം എൻ ഓപ്പൺ ടാപ്പ്. ഓക്കെ, ഒരു ടാപ്പ് ഉണ്ട്, അത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യാണ് അറ്റ് എ പർട്ടിക്കുലർ റേറ്റ് എന്ന് പറയുന്നുണ്ട്. ദ സ്പേസിംഗ് ബിറ്റ്വീൻ എ ഡ്രോപ്ലെറ്റ് ഒബ്സർവ്ഡ് അറ്റ് ദ 4th second ആഫ്റ്റർ ഇറ്റ്സ് ഫോൾ ടു ദ നെക്സ്റ്റ് ഡ്രോപ്ലെറ്റ് ഈസ് 34.3 meter. അതായത് 4th ഡ്രോപ്പും അതിന് തൊട്ട് മുന്നുള്ള ഡ്രോപ്പ് തേർഡ് ഡ്രോപ്പ് ആയിരിക്കാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 34.3 meter എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അറ്റ് വാട്ട് റേറ്റ് ദ ഡ്രോപ്ലെറ്റ്സ് ആർ കമ്മിങ് ഫ്രം ദ ടാപ്പ്. അപ്പോൾ വാട്ട് റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ള ടൈം, എത്ര ഡ്രോപ്ലെറ്റ്സ് വരണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഈ 4th second അല്ലേ, അപ്പോൾ 4th second കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രീ ഫോൾ ആണെങ്കിൽ നമ്മളെ ഫോർമുല എന്താണ്, s = ½g/t². ഇല്ലേ. അപ്പോൾ ഞാനിവിടെ ടൈമിൽ 4 കൊടുക്കുകയാണ്. അപ്പോൾ ½ × g 9.8 × 4². അപ്പോൾ ആൻസർ എത്ര കിട്ടും, 78.4 meter കിട്ടും. ഓക്കെ അല്ലേ. ഇനി S2 എന്നുള്ളത് ഈ നമ്മളെ തേർഡ് ഡ്രോപ്പാണ്, മൂന്നാമത്തെ ഡ്രോപ്പ്, അതായത് 4ാമത്തെ ഡ്രോപ്പ് അതിന് തൊട്ട് മുന്നേ ഉള്ള ഡ്രോപ്പുമാണ്. അപ്പോൾ ആ ഡ്രോപ്പ് ഞാൻ എങ്ങനെ എടുക്കും? ഇപ്പോൾ ടോട്ടൽ ടൈം 4 ആണെങ്കിൽ അതിന് അടുത്ത ഡ്രോപ്പ് നമുക്ക്, അതിൻ്റെ അടുത്ത ഡ്രോപ്പിൻ്റെ ടൈം നമുക്ക് അറിയത്തില്ല, ഇൻ്റർവെൽ നമുക്കറിയത്തില്ല. അപ്പോൾ ഇൻ്റർവെൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് ജനറലായിട്ട് എങ്ങനെ എഴുതാം, 4 - t². മനസ്സിലായോ? ക്ലിയർ ആണോ? 4ാമത്തെ ഡ്രോപ്പ് എടുക്കുന്ന സമയമാണ് 4 സെക്കൻഡ്, 3ാമത്തെ ഡ്രോപ്പ് എടുക്കുന്ന സമയം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആ 3ാമത്തെ ഡ്രോപ്പിൻ്റെ ടൈം നമുക്ക് എങ്ങനെ ജനറലായിട്ട് എഴുതാം, ആ ആക്ച്വൽ 4th ഡ്രോപ്പിനെക്കാട്ടിലും ടൈം എന്തായിരിക്കും, കുറവായിരിക്കും ഇല്ലേ. അതുകൊണ്ടാണ് 4 - t² എന്നിട്ടത്. ഇത് മനസ്സിലായോ? ഇനി ഈ 4ാമത്തെ ഡ്രോപ്പും അതിന് തൊട്ട് മുന്നുള്ള ഡ്രോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 34.3 meter തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ S1 - S2 ആണ് 34.3. ക്ലിയർ അല്ലേ? S1 എന്ന് പറയുന്നത് 78.4ഉം S2 എന്ന് പറയുന്നത് 1/2g × 4 - t². 4 - t² ആണ് കേട്ടോ. ഞാനിവിടെ 4 - t² എന്നല്ല, 4 - t² ആണ്. ഓക്കെ, ഇത് ഓക്കെ ആണോ? ശരി. ഇനി 1/2 × ജിൻ്റെ വാല്യൂ 9.8 ആണ്. 9.8/2 എന്നുള്ളത് 4.9 എടുക്കാം. ഓക്കെ അല്ലേ. ഇനി ഇതിന് നമ്മൾ 4 - t² ആണ്.
ഓക്കെ, തെറ്റിക്കല്ലേ, 4 മൈനസ് ടി ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതായത് ഇവിടെ നോക്കിയ സ്റ്റെപ്പിന് എഴുതിയിട്ടുണ്ട് 4 മൈനസ് 9 ഇൻറ്റു 4 മൈനസ് ടി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 78.4 മൈനസ് 34.3, അത് 44.1 വരും. അപ്പോൾ 44.1 ബൈ 4.9 ആൾമോസ്റ്റ് 9 തന്നെയാണ് ഇല്ലേ. അപ്പോൾ 4 മൈനസ് ടി, ഇവിടെ 4 മൈനസ് ടി ദ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ 4 മൈനസ് ടി ഈസ് ഈക്വൽ ടു 9 അല്ലേ, √9 3 ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അതായത് ഓരോ ഇൻട്രവലിൻ്റെ ടൈം എത്രയാണ്? 1 സെക്കൻഡ്. അപ്പോൾ എത്ര ഡ്രോപ്സ് ആണ് വരുന്നത്? അറ്റ് വാട്ട് റേറ്റ് ദ ഡ്രോപ്സ് ആർ കമ്മിങ്? 1 ഡ്രോപ്പ് പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 ബ്ലോക്ക് ഉണ്ട് ഇല്ലേ, സ്റ്റെപ്പ് പ്രോബ്ലം പോലെ. ഒരു ബ്ലോക്കിൻ്റെ മേളിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ M1 M2 തന്നിട്ടുണ്ട്. അപ്പോൾ M1ൻ്റെ മാസ് 3 കിലോഗ്രാം ആണ്, M2ന് 7 കിലോഗ്രാം ആണ്. പ്ലേസ്ഡ് ഓൺ എ സ്മൂത്ത് ടേബിൾ. അതിൻ്റെ അർത്ഥം ഈ ടേബിളും ഈ മാസും തമ്മിൽ അവിടെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. അവിടുത്തെ ഫ്രിക്ഷൻ 0 ആണ്. ഓക്കെ അല്ലേ. ഇനി are kept on the smooth table. Okay, so the blocks move together. What will be the maximum force acting on the block so that the block will move together? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഫോഴ്സ് എഫ് എന്ന് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഏത് ഫ്രിക്ഷനാണ്? ഫ്രിക്ഷൻ ബിറ്റ്വീൻ 2 മാസസ്. അത് ഞാൻ എഫ് എന്ന് എഴുതി. ക്ലിയർ അല്ലേ. ഫ്രീ ബോഡി ഡയഗ്രാം 2 മാസസ് ഉണ്ട്, M1 M2. അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എടുക്കണം. മാസ് അല്ല, വെയിറ്റ് ആണ് താഴോട്ട് എടുക്കണം. വെയിറ്റ് ഇസ് ഈക്വൽ ടു M ഇൻറ്റു ജി ആണ് ഇല്ലേ. അപ്പോൾ 7 + 3 മാസ് എന്നുള്ളത് 7, M1 + M2 എന്നുള്ളത് 7 + 3 എന്തായിട്ട് മാറും? 10 × 10 100 ന്യൂട്ടൺ ആണ് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും. അതിനെ കൗണ്ടർ ചെയ്യണ റിയാക്ഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? അപ്വേർഡ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി സോൾവ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഫ്രിക്ഷൻ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ. എന്നാൽ ഫ്രിക്ഷനും എന്നും തമ്മിലൊരു ബന്ധമുണ്ട്. അതാണ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു മ്യൂ ടൈംസ് എൻ എന്ന് എഴുതാം. ഓക്കെ അല്ലേ. മ്യൂവിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 മാസിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ 0.75 ആണ്. അപ്പോൾ 0.75 ഇൻറ്റു എൻ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്നിന് ഓപ്പോസിറ്റ് ഉള്ളത് എത്രയാണ്? 100 ന്യൂട്ടൺ. ഡയഗ്രാം ക്ലിയർ ആയോ? എന്നിന് ഓപ്പോസിറ്റ് ഉള്ളത് എത്രയാണ്? 100 ന്യൂട്ടൺ. അതായത് 0.75 ഇൻറ്റു 100. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 75 കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A car of mass 2000 kilogram is running with a velocity 36 km/h on a horizontal road. Okay, if the engine of the car is switched off എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ കാറിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ. ഇഫ് ദ സ്വിച്ച്ഡ് ഓഫ്, how long will the car move before coming to an halt? ഇല്ലേ. അപ്പോൾ ഫൈനൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എത്ര ഹൗ ലോങ് ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ടൈമിൻ്റെ അകത്ത് കാറ് റെസ്റ്റ് ആവുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. മാസ് 2000 ആണ്, വെലോസിറ്റി 36 km/h ആണ്. അപ്പോൾ 36 km/h നമ്മൾ m/s യു ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 5/18. ഓക്കെ അല്ലേ. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 36 ഇൻറ്റു 5/18. 8 36ൽ 2 ടൈംസ്. അപ്പോൾ 10 m/s കിട്ടും. ഫൈനൽ വെലോസിറ്റി 0 ആണ്, കാരണം കാർ ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നമ്മളെ ഫോർമുല യൂസ് ചെയ്യാം. എന്താണ്? V = U + AT ഇല്ലേ. V = U + AT. അപ്പോൾ വെലോസിറ്റി = U + AT നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ. ഫൈനൽ വെലോസിറ്റി ഇംപ്ലൈസ് ഫൈനൽ വെലോസിറ്റി 0, ഇനിഷ്യൽ വെലോസിറ്റി 10. അപ്പോൾ ആക്സലറേഷൻ ക്വസ്റ്റ്യൻ ഇത് വെർട്ടിക്കൽ അല്ലോ, ലീനിയർ അല്ലേ. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയാൽ ക്വസ്റ്റ്യനിൽ മ്യൂ തന്നിട്ടുണ്ട്, ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, ഫ്രിക്ഷണൽ കോഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. ഫ്രിക്ഷണൽ കോഫിഷ്യൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സലറേഷൻ നമുക്ക് ഏത് ഫോമിൽ എഴുതാം? ആക്സലറേഷൻ = μg എന്ന് ഓർക്കാം. ക്ലിയർ അല്ലേ. അപ്പോൾ μg എന്നൊന്ന് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ. അപ്പോൾ ആക്സലറേഷൻ എന്നുള്ളത് μg × t എന്ന് എഴുതാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ +10 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകുമ്പോൾ -10 = 0. μ എന്നുള്ളത് 0.1, g എന്നുള്ളത് 10 × t എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പോൾ t എന്നുള്ളത് 10 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ ആണോ?
ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് ആക്ട്സ് ഫോർ 30 seconds ഓൺ എ ബോഡി ഓഫ് മാസ് 48 kilogram സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0, ആഫ്റ്റർ വിച്ച് ദ ഫോഴ്സ് സീസസ് ആൻഡ് ദെൻ ദ ബോഡി. അതായത് നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ബോഡിയുടെ മാസ് എന്നുള്ളത് 48 kilogram ആണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ് കേട്ടോ. ആ ഫോഴ്സ് എത്ര ടൈം ആക്ട് ചെയ്യുന്നുണ്ട്? 30 seconds. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുകയാണ്? ദ ഫോഴ്സ് സീസസ്, ഫോഴ്സ് ഡിസപ്പിയർ ആവുകയാണ്. ആ ഫോഴ്സ് ഡിസപ്പിയർ ആവുന്ന സമയത്ത് ആ ബോഡി എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണുണ്ട്? ആ ബോഡി 25 meter കവർ ചെയ്യണുണ്ട്. എത്ര സമയം കൊണ്ട്? 5 seconds കൊണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഫോഴ്സ്. അപ്പോൾ എഫിൻ്റെ ഫോർമുല നമുക്കറിയാം. എഫിൻ്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വി മൈനസ് യു ബൈ ടി. ഓക്കെ അല്ലേ? വി മൈനസ് യു ബൈ ടി, ഇതാണ് നമ്മളെ ഫോർമുല. അപ്പോൾ യു 0 ആണെന്ന് നമുക്കറിയാം ഇല്ലേ? ഇനി ടൈം, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ടൈം എത്രയാണ്? 30 seconds ആണ് ആ ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ ടൈം 30 എന്നറിയാം. എന്നാൽ വി കാൽക്കുലേറ്റ് ചെയ്യണം ഇല്ലേ? അപ്പോൾ വെലോസിറ്റിയുടെ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ഇല്ലേ? ഏത് ഡിസ്റ്റൻസ് ആണ്? 25 meter 5 seconds കൊണ്ട് കവർ ചെയ്താണ് വെലോസിറ്റി. ക്ലിയർ അല്ലേ? അപ്പോൾ വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെ എഴുതാം? 25/5, 5 എന്ന് കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ വിക്ക് 5 കൊടുത്താൽ മതി. അപ്പോൾ 5 - 0/30 എന്ന് കൊടുക്കാം. ആക്സലറേഷൻ ഓക്കെ അല്ലേ? എഫ് എന്നുള്ളത് എമ്മിൻ്റെ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 48 ആണ് ഇല്ലേ? അപ്പോൾ 48 × 5/30. ക്ലിയർ അല്ലേ? അപ്പോൾ 48/5/6, 5/30 എന്നുള്ള 6 എന്ന് വരും. അപ്പോൾ 48/6 എത്ര കിട്ടും? 8 എന്ന് കിട്ടും ആൻസർ. ഇത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഈ ടൈം 30 എടുത്തത് മനസ്സിലായോ? കാരണം ഫോഴ്സ് എത്ര സമയം ആക്കിയാണ്? 30. വെലോസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ആ ഫോഴ്സ് എടുത്തപ്പോഴാണ് ആ ബോഡി മൂവ് ചെയ്തത്. അതുകൊണ്ട് വെലോസിറ്റി നമുക്ക് ഡിസ്റ്റൻസ് എത്ര ദൂരം കവർ ചെയ്ത്? 25 meter 5 seconds. അതുപോലെ 25/5 5 എന്ന് കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ടു ഫോഴ്സസ് ആർ സച്ച് ദാറ്റ് ദ സം ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് ഈസ് 16 Newton. അപ്പോൾ നമുക്ക് 2 ഫോഴ്സസ് ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സം ചെയ്യുമ്പോൾ ആൻസർ 16 Newton ആണ്. അപ്പോൾ A + B = 16 Newton എന്ന് എഴുതാം. ആൻഡ് ദ റിസൾട്ടൻ്റ് ആസ് എ മാഗ്നിറ്റ്യൂഡ് 8. റിസൾട്ടൻ്റ് ഞാൻ C എന്ന് എടുക്കുകയാണ്. അപ്പോൾ C-നെ 8 Newton എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ഡയഗ്രാം കുറിച്ച് പറയുകയാണെങ്കിൽ ദ റിസൾട്ടൻറ്റ് വിച്ച് ഈസ് എ മാഗ്നിറ്റ്യൂഡ് 8 Newton ഈസ് പെർപെൻഡിക്കുലർ ടു ദ സ്മോളർ ഫോഴ്സ്. അപ്പോൾ ഇതായിരിക്കും ഡയഗ്രാം ഇല്ലേ? അപ്പോൾ എനിക്ക് 2 വെക്റ്റേഴ്സ് ഉണ്ട്, വെക്റ്റർ എ, വെക്റ്റർ ബി. നടുക്കാണ് റിസൾട്ടൻറ്റ്. നമ്മൾ നോർമലി എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് എ, ഇത് ബി, ഇവിടെ ആയിരിക്കും റിസൾട്ടൻ്റ് വരണം ഇല്ലേ? നമ്മളെ പാരലോഗ്രാം തിയറം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. റിസൾട്ടൻറ്റും എയും തമ്മിൽ 90 degree ആണ്. അപ്പോൾ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. റിസൾട്ടൻ്റ് ഞാൻ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ എയും സിയും ബിയും. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യാം എ എന്നുള്ളത് സ്മോളർ എന്ന് അസ്യൂം ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പാരലോഗ്രാം പോലെ ഡോട്ടഡ് ലൈൻസ്, ബ്ലൂ ഡോട്ടഡ് ലൈൻസ് നിങ്ങൾ കണ്ടു കാണാം അല്ലേ? ഒരു പാരലോഗ്രാം പോലെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എ സി ബി, ഇവിടെ ബി ആണെങ്കിൽ ഇപ്പുറത്തും ബി ആയിരിക്കും, സിൻസ് പാരലോഗ്രാം അല്ലേ? ഇത് ലുക്സ് ലൈക്ക് എ ട്രയാങ്കിൾ ഇല്ലേ? പൈതഗോറസ് തിയറം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ B² = A² + C². എന്നാൽ ഫ്രം ദീസ് യു ക്യാൻ റൈറ്റ് C² = B² - A². B² - A²ന് B - A × B + A എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ 8² ആകുമ്പോൾ എന്ത് കിട്ടും? 64 കിട്ടും. അപ്പോൾ 64 is equal to, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് എഴുതാം, 64 is equal to B - A × B + A. B + A എത്രയാണ്? 16 ആണ്. ഓക്കെ അല്ലേ? ഇനി 16 64 എത്ര ടൈംസ് ആണ്? 4. അതവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് B - A = 4 അല്ലെങ്കിൽ -A + B = 4. ക്ലിയർ അല്ലേ? ഇതൊരു ഇക്വേഷൻ. A + B = 16 ഇല്ലേ? അപ്പോൾ നമുക്ക് 2 ഇക്വേഷന് A + B = 16 -A + B = 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ? ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ +Aയും -Aയും ക്യാൻസൽ ചെയ്യും. B + B എന്താണ്? 2B = 20 എന്ന് കിട്ടും. therefore B = 10 എന്ന് കിട്ടും ഇല്ലേ? B 10 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ A + 10 = 16 ആണെങ്കിൽ A = 6 എന്ന് കിട്ടും. അപ്പോൾ A 6 B 10. ഓക്കെ ആണോ? A 6 B 10. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ?
ശരി, അടുത്ത ക്വസ്റ്റ്യൻ. In a car race on a straight road, car A takes a time t less than car B. അപ്പോൾ കാർ എ വന്നിട്ട് എടുക്കുന്ന ടൈം കുറവാണ്, ടി ലെസ് ദാൻ കാർ ബി, ആൻഡ് അറ്റ് ദ ഫിനിഷ് ആൻഡ് പാസസ് ദ ഫിനിഷിംഗ് പോയിന്റ് വിത്ത് എ സ്പീഡ് വി മോർ ദാൻ ദാറ്റ് ഓഫ് കാർ ബി. അതിൻ്റെ അർത്ഥം വെലോസിറ്റി ഓഫ് കാർ എ വന്നിട്ട് ബീനെക്കാട്ടിലും കൂടുതലാണ്. ഓക്കെ. ബോത്ത് ദ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പോൾ രണ്ട് കാർ റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ആൻഡ് ട്രാവൽ വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ A1 ആൻഡ് A2 റെസ്പെക്റ്റീവ്ലി, ദെൻ വി ഈസ് ഈക്വൽ ടു. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് എനിക്കറിയാം കാർ ബീൻ്റെ ടൈം എന്നുള്ളത്, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, കാർ എ ടേക്സ് ലെസ് ടൈം ദാൻ കാർ ബി എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ കാർ ബീൻ്റെ ടൈം ടി ബി എന്ന് എടുക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പോൾ T2 എന്നുള്ളത്, അപ്പോൾ കാർ ആക്ച്വൽ ടൈം ഓഫ് കാർ ബി ഈസ് ഈക്വൽ ടു T2 പ്ലസ് ടി. ഓക്കെ, T2 എന്നുള്ളത് കാർ ബീൻ്റെ ടൈം, അതിൻ്റെ കൂടെ പ്ലസ് ടിയും കൂടെ ആഡ് ചെയ്ത്. മനസ്സിലാവണുണ്ടോ? ഈ ലൈൻ സെൻറ്റൻസ് എഴുതിയത് മനസ്സിലായോ? കാർ എയും ഉണ്ട്, കാർ ബിയും ഉണ്ട്. കാർ എ ടേക്സ് എ ടൈം ടി ലെസ് ദാൻ കാർ ബി. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ ഒരു റേസ് വയ്ക്കുകയാണ്. അപ്പോൾ റേസ് വയ്ക്കുമ്പോൾ ആക്ച്വലി ഞാനൊരു കാർ ഓട്ടിച്ച് ഒരു പോയിൻ്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോയി. അപ്പോൾ സപ്പോസ് ഞാനൊരു 10 മിനിറ്റ് കൊണ്ടായിരിക്കും ബി എത്തിയിട്ടുണ്ടാവുക. എന്നാൽ വേറൊരു കാർ ഇതേപോലെ റേസ് ചെയ്യുകയാണ്. അപ്പോൾ A to B ആ കാർ എടുത്ത സമയം എന്നുള്ളത് പെട്ടെന്നായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതെടുത്ത ടൈം എന്നുള്ളത് സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 8 മിനിറ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഞാൻ നോർമലി ട്രാവൽ ചെയ്തപ്പോൾ 10 മിനിറ്റ് ആയിരുന്നു, അപ്പോൾ വേറൊരു കാർ 8 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ടൈം ഡിഫറൻസ് ആണ് അവിടെ വരേണ്ടത് ഇല്ലേ. ക്ലിയർ ആണോ? ആക്ച്വൽ ടൈം എന്നുള്ളത് ഇപ്പോൾ സപ്പോസ് ഇവിടെ നോക്കി, ഞാൻ രണ്ട് കാറുണ്ട്, കാർ എയും ഉണ്ട്, കാർ ബിയും ഉണ്ട്. ആണെങ്കിൽ അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം ഇല്ലേ. രണ്ട് കാറായിട്ട് എടുക്കാം, കാർ എയും കാർ ബിയും. ഇതാണ് നമ്മളെ ഫൈനൽ പോയിന്റ്, റേസ് ട്രാക്കിൻ്റെ ഫൈനൽ പോയിന്റ്. കാർ ബി എടുത്ത ടൈം വന്നിട്ട് സപ്പോസ് കാർ ബി എടുത്ത ടൈം T2 എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാർ ബീൻ്റെ ആക്ച്വൽ ടൈം, വെറുതെ ഡ്രൈവ് ചെയ്ത് പോയി എടുക്കുന്ന ടൈം T2. ഓക്കെ, കാർ എയിൻ്റെ ടൈം റീച്ച് ചെയ്യുന്ന ടൈമാണ് T. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ കാർ ബീൻ്റെ ടൈം നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ടേക്സ് എ ടൈം ടി ലെസ് ദാൻ ദ കാർ ബി അറ്റ് ദ ഫിനിഷിംഗ് പോയിന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാർ ബീൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T2 പ്ലസ് ടി ആയിരിക്കും. ഓക്കെ ആണോ? ഈ പോയിന്റ് മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ ഒരു കാർ റേസിൽ കാർ എ ടേക്സ് എ ടൈം ടി ലെസ് ദാൻ കാർ ബി എന്നാണ് പറഞ്ഞത്. ടി ലെസ് ദാൻ ഒരു കോഫിഷ്യൻ്റ് ആണ്. മനസ്സിലായോ? അതിൽ കുറച്ചുകൂടെ സമയം കുറച്ചെടുത്തെന്നാണ്. അപ്പോൾ കാർ ബീൻ്റെ സമയം എന്നുള്ളത് T2 കുറച്ച് സമയം കൂടുതലെടുത്ത് ഇല്ലേ, മനസ്സിലാവുന്നുണ്ടോ? അത് കാർ എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർ ബീൻ്റെ ടൈം കൂടുതലാണ്. അതാണ് T2 പ്ലസ് ടി എന്ന് എഴുതിയത്. സിമിലർലി ഇവിടെ നോക്കി, വെലോസിറ്റി ഓഫ് എ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏതിനാണ് വെലോസിറ്റി കൂടുതൽ? കാർ എക്ക് വെലോസിറ്റി കൂടുതൽ. അപ്പോൾ വെലോസിറ്റി ബീനെക്കാട്ടിലും കൂടുതലായിരിക്കണം അല്ലേ. വെലോസിറ്റി ഓഫ് കാർ ബി നമ്മൾ എങ്ങനെ എടുക്കാം? V2 എന്ന് എടുക്കാം. മനസ്സിലായോ? വെലോസിറ്റി ഓഫ് കാർ ബി V2 പ്ലസ് വി എന്ന് എടുക്കാം. ബിക്കോസ് കാർ എയിൻ്റെ സ്പീഡ് എന്താണ്? ബീനെക്കാട്ടിലും കൂടുതലാകുമ്പോൾ പ്ലസ് വി എന്ന് എടുക്കാം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? സ്പീഡ് കുറച്ച് കൂടുതലാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ശരി. ഇനി നമുക്ക് ഡിസ്റ്റൻസ് എസിൻ്റെ ഫോർമുല എടുക്കാം. S is equal to ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. S is equal to ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. രണ്ടിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ut നമുക്ക് രണ്ടിലും എടുക്കണ്ട. ഹാഫ് A1 t സ്ക്വയർ ഒരു ഇക്വേഷൻ. SB എങ്ങനെ എടുക്കാം? ഹാഫ് A2 ഇൻറ്റു SBൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈം കൂടുതൽ എടുത്തില്ലേ. അപ്പോൾ T2 ആൻഡ് ആക്ച്വൽ ടൈം T2 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. ഇനി രണ്ട് കാറും ഈ പറഞ്ഞ ഡിസ്റ്റൻസ് കവർ ചെയ്യണുണ്ട്. അപ്പോൾ SA ഇസ് ഈക്വൽ ടു SB നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് A1 t സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് A2 ഇൻറ്റു T2 പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് റിലേഷൻ കിട്ടും. T2 പ്ലസ് ടി ഇസ് ഈക്വൽ ടു √A1/A2 ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. വെലോസിറ്റിയുടെ ഫോർമുല V is equal to U plus AT ആണ്. സിൻസ് രണ്ട് കാരണം ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് VA A1 ഇൻറ്റു ടി എന്ന് എടുക്കാം.
ബട്ട് വി എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ബീനെക്കാട്ടിലും വെലോസിറ്റി കൂടുതലാണ്. ബീൻ്റെ വെലോസിറ്റി ഞാൻ V2 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ V2 പ്ലസ് V ഈക്വൽ ടു A1T. ഇനി വി ബി എന്നുള്ളത് വെലോസിറ്റി ഓഫ് കാർ ബി ആണ്, അതിൻ്റെ വെലോസിറ്റി V2 എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു A2 ഇൻറ്റു, എന്നാൽ ബീൻ്റെ ടൈം കൂടുതലാണ് ഇല്ലേ, അതുകൊണ്ട് നമുക്ക് T2 പ്ലസ് T എന്ന് എടുക്കാം ഇല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ ഇതാണ് ഇപ്പോൾ മോഡിഫൈ ചെയ്ത് വരണം കേട്ടോ. അതിൽ V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 വാല്യൂ എന്താണ്, A2 ഇൻറ്റു T2 പ്ലസ് T എന്ന് എഴുതാം. മനസ്സിലാവണുണ്ടോ? അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് V കിട്ടും. അപ്പോൾ V ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ റൂട്ട് A1 A2 T എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്, റൂട്ട് A1 റൂട്ട് A2 റൂട്ട് ഓഫ് A1 A2 T എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി മൂവിങ് അലോങ് എ ലൈൻ ഈസ് പ്രൊപ്പോർഷണൽ ടു T3. ആക്സലറേഷൻ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഇത് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു D3 ആണ്. നമുക്ക് ആക്സലറേഷൻ ആണ് വേണ്ടത്. വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3T². ആക്സലറേഷൻ നമുക്ക് എന്ത് കിട്ടും, 6T എന്ന് കിട്ടും. അപ്പോൾ ആക്സലറേഷൻ ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ടൈമാണ്. അപ്പോൾ നമ്മളെ കർവ് ലീനിയർ കർവ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ആൻ ഓപ്പൺ ഗ്രൗണ്ട് ഹിയേഴ്സ് ദ സൗണ്ട് ഓഫ് എ ജെറ്റ് എയർപ്ലെയിൻ കമ്മിങ് ഫ്രം ദ നോർത്ത് ഡയറക്ഷൻ അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തോ ലോങ്ങിൽ നോക്കുമ്പോൾ നമുക്കൊരു എയർക്രാഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ അത് എത്രയാണ്, വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാണ്, 60 ഡിഗ്രി. ഓക്കെ, ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് 60, ഇത് 60 ആണെങ്കിൽ അതും 60 ആണ്. ഓക്കെ, ഇതാണ് വെലോസിറ്റി ഓഫ് ദ എയറോപ്ലെയിൻ, അല്ലെങ്കിൽ VP എന്ന് എടുക്കാം. ക്ലിയർ ആണോ? 60 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. ഓക്കെ, ബട്ട് ഹി ഫൈൻഡ്സ് ദ എയറോപ്ലെയിൻ റൈറ്റ് വെർട്ടിക്കലി അബോവ് ഹിസ് പൊസിഷൻ. അപ്പോൾ എയർക്രാഫ്റ്റ് ഉള്ളത് ജസ്റ്റ് മേളിലാണ്, ജസ്റ്റ് ഏറ്റവും മേളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. പുള്ളി പുറത്തിറങ്ങി നോക്കിയപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ സൗണ്ടും എയർക്രാഫ്റ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ പുള്ളി ജസ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പം സൗണ്ട് എവിടെ നിന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കൊടുക്കാം, എയും ബിയും എടുക്കാം. ഓക്കെ, പോയിൻ്റ് എയിൽ ആക്ച്വലി ജെറ്റ് ഹിയേഴ്സ് ദ സൗണ്ട് ഓഫ് ദ ജെറ്റ് എയർപ്ലെയിൻ. അപ്പോൾ പോയിൻ്റ് എയിൽ ആ എയർക്രാഫ്റ്റിൻ്റെ സൗണ്ടാണ് പുള്ളിക്ക് കേൾക്കാൻ പറ്റുന്നത്. പോയിൻ്റ് ബിയിൽ ആരുണ്ട്, എയർക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് ആയിരിക്കും. സൗണ്ടിനെക്കാട്ടിലും 2 or 3 times സ്പീഡിൽ ട്രാവൽ ചെയ്യണതുകൊണ്ട് സൗണ്ട് പുറകിലായിരിക്കും, എയർക്രാഫ്റ്റ് ഫ്രണ്ടിലായിരിക്കും. മനസ്സിലാവണുണ്ടോ? അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്, സി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ്. സിയിലാണ് ഞാനുണ്ടെങ്കിൽ ഞാൻ മേളിലോട്ട് നോക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് ഏത് പൊസിഷനാണ്, എയിലും. എയർക്രാഫ്റ്റിൻ്റെ നേരെ മേളിലുണ്ട്, ബിയിലുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എയർക്രാഫ്റ്റ് ബിയിലാണ് പൊസിഷൻ, അതായത് മേളിലോട്ടാണ് പോകുന്നത് ഡയറക്ഷൻ. സൗണ്ട് എന്നെ നോക്കി ചരിഞ്ഞാണ് വരുന്നത് അല്ലേ. വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് കമ്മിങ് ഡയറക്ട്ലി ടു സി. ഓക്കെ അല്ലേ? അപ്പോൾ ഡയഗ്രാം കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എയർക്രാഫ്റ്റ് എങ്ങനെയാണ് ഹൊറിസോണ്ടലായിട്ടും സൗണ്ട് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഏതൊരു ട്രയാങ്കിളാക്കി മാറ്റുവാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്, ഹൈപ്പോട്നീസും ഉണ്ട്. അപ്പോൾ കോസ് ആംഗിൾ എടുക്കും. വാട്ട് ഈസ് കോസ് 60? വെലോസിറ്റി ഓഫ് പി എന്നുള്ളത് വെലോസിറ്റി ഓഫ് എയർക്രാഫ്റ്റ് ആണ്. വെലോസിറ്റി ഓഫ് എയർക്രാഫ്റ്റ് ആണ് ഞാൻ VP എന്ന് എടുത്തിരുന്നത്, പ്ലെയിൻ എന്നുള്ളത്. VS എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട്, V എന്ന് എടുക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ VP വെലോസിറ്റി ഓഫ് ദ എയർക്രാഫ്റ്റ് ഈസ് ഈക്വൽ ടു V ഇൻറ്റു കോസ് 60 എന്ന് എഴുതാം. കോസ് 60ൻ്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ ആൻസർ V/2. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ജെറ്റ് എയർക്രാഫ്റ്റിന് മാത്രമേ ഇഷ്യൂസ് ഉള്ളൂ. സൗണ്ട് ഒരു പോയിന്റിലും എയർക്രാഫ്റ്റ് ഒരു പോയിന്റിലും നിൽക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ടർ ഡ്രോപ്സ് ആർ ഫോളിങ് ഫ്രം എ നോസിൽ ഓഫ് എ ഷവർ ഓൺ ടു ദ ഫ്ലോർ. ഓക്കെ, ഫ്രം എ ഹൈറ്റ് ഓഫ് 9.8 മീറ്റർ. അപ്പോൾ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ടൈം എത്രയെന്ന് കാൽക്കുലേറ്റ്, ബിക്കോസ് ഫ്രീ ഫോൾ അല്ലേ. അപ്പോൾ S is equal to half AT². S ഹൈറ്റ് തന്നിട്ടുണ്ട് 9.8. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ടൈം കിട്ടും, എത്രയാണ്, √2 എന്ന് കിട്ടും. ഓക്കെ, √2 എന്ന് കിട്ടും. ഇനി ദ ഡ്രോപ്പ് ഫോൾസ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം വെൻ ദ ഫസ്റ്റ് ഡ്രോപ്പ് സ്ട്രൈക്സ് ദ ഫ്ലോർ. ഇപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് എന്നുള്ള ഇതാണ്, അതെടുക്കുന്ന ടൈം √2 ഇല്ലേ. സ്ട്രൈക്സ് ദ ഫ്ലോർ അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ദ തേർഡ് ഡ്രോപ്പ് ബിഗിൻസ് ടു ഫോൾ. അപ്പോൾ തേർഡ് ഡ്രോപ്പ് ബിഗിൻസ് ടു ഫോൾ. ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദ സെക്കൻഡ് ഡ്രോപ്പ്. അപ്പോൾ ഞാൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇത് നോക്കി, ഫസ്റ്റ് ഡ്രോപ്പ് എവിടെ എത്തി, S1 എന്ന് എടുക്കാം. താഴെ എത്തിയപ്പോൾ S3 സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ ഇല്ലേ. അപ്പോൾ S2 എന്നുള്ളത് സെൻട്രലായിട്ട് വരും, മിഡായിട്ട് വരും ഇല്ലേ. അപ്പം ഇതിപ്പോൾ 3 പോയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ A B C. ഇപ്പോൾ എൻ്റെ ഡ്രോപ്പ് ഗ്രൗണ്ടിൽ എത്തേണ്ട ടൈമാണ് √2 ഇല്ലേ.
√2. എന്നാൽ അടുത്ത ഡ്രോപ്പ് ബി എന്നുള്ള അടുത്ത ഡ്രോപ്പ് എവിടെയാണുള്ളത്? പൊസിഷൻ ബിയിലും മൂന്നാമത്തെ ഡ്രോപ്പ് എയിലുമാണ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടൈം ഇൻ്റർവെൽ എടുത്താൽ പോരെ. ടോട്ടൽ ടൈം ഇവിടെ എത്രയാണ് ടൈം ഇൻ്റർവൽ ഉള്ളത്? 2 ടൈം ഇൻ്റർവെല്ലേ ഉള്ളൂ ഇല്ലേ? എയിന്ന് ബി, ബിന്ന് സി ഇല്ലേ? അപ്പോൾ ടോട്ടൽ ടൈം √2 ആണെങ്കിൽ ബിയും ടിയും തമ്മിലുള്ള ടൈം എന്തായിരിക്കും? അതിൻ്റെ പകുതി എടുത്താൽ മതി, √2/2. എയും ബിയും തമ്മിലുള്ള ടൈം എന്തായിരിക്കും? √2/2. ക്ലിയർ ആണോ? അപ്പോൾ √2/2 എന്ന് പറയുമ്പോൾ ആ ടൈം ഇൻ്റർവെൽ എന്തായിട്ട് മാറും? 1/√2 ആവും. അങ്ങനെയാണെങ്കിൽ S2ഉം S1നുള്ള ടൈം ഇൻ്റർവെൽ എന്തായിട്ട് മാറും? 1/√2. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആക്ച്വലി ഒരു ഡ്രോപ്പ് ഉണ്ട്, ഒരു വാട്ടർ ഡ്രോപ്പ് ഫ്രം എ നോസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹൈറ്റ് 9.8 തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് 9 ആണെങ്കിൽ ആ 9 എത്തേണ്ട ടൈം നമുക്ക് √2 സെക്കൻഡ്സ് കിട്ടി. ഓക്കെയാണോ? ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ മൂന്നാമത്തെ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇടയ്ക്കുള്ള ഡ്രോപ്പ് എന്താണ്? രണ്ടാമത്തെ ഡ്രോപ്പാണ് ഇല്ലേ? അപ്പോൾ ഇവിടെ എത്ര ടൈം ഇൻ്റർവെൽ ഉണ്ട്? 2 ടൈം ഇൻ്റർവെല്ലേ ഉള്ളൂ ഇല്ലേ? ടോട്ടൽ ടൈം എന്താണ്? √2 ആണെങ്കിൽ ഇടയ്ക്കുള്ള ടൈം ഇൻ്റർവെൽ നമുക്ക് എങ്ങനെ എടുക്കാം? /2 എന്ന് എടുത്തൂടെ? അപ്പോൾ √2/2 എന്ന് പറയുമ്പോൾ അത് 1/√2ഉം എഗെയിൻ √2/2 എന്ന് പറയുമ്പോൾ 1/√2 ആണ്. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ടൈം ഇൻ്റർവെൽ എന്താണ്? 1/√2. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണ്ടത് S2 എടുത്ത ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്. അപ്പോൾ S3ന്ന് S2യിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടൈം എത്രയായിരിക്കും? 1/√2. അപ്പോൾ ആ ഫോർമുല അഗെയിൻ നമുക്ക് ഫോർമുല ഇടാം. S2 = ½ AT², അതായത് ½ AT². ഹാഫിൻ്റെ എ എന്നുള്ള G ആയിട്ട് മാറും. 9.8 × T എന്തായിട്ട് മാറും? 1/√2². അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2.45. അതായത് 3ന്ന് 2യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. എത്രയാണ്? 2.45 എന്ന് കിട്ടിയത്. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പൊസിഷൻ ഓഫ് ദ സെക്കൻഡ് റോ ഫ്രം ദ ഫ്ലോർ ഇല്ലേ? അപ്പോൾ BC ആണ് വേണ്ടത്. അപ്പോൾ BC നമുക്ക് എങ്ങനെ എടുക്കാം? ടോട്ടൽ ഡിസ്റ്റൻസ് 9.8. എയിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2.45. അങ്ങനെയാണെങ്കിൽ 9.8 - 2.45 ആൻസർ എത്ര കിട്ടും? 7.35 എന്ന് കിട്ടും. ആ ടൈം ഇൻ്റർവെൽ മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫോർമുല എടുത്തത് മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പോൾ ഫസ്റ്റ് 9.8നുള്ള ടൈമാണ് √2. ടൈം ഇൻ്റർവെൽ എന്ന് പറയുമ്പം മൂന്നാമത്തെ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഡ്രോപ്പ് ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഞാൻ ആ ടൈം ഇൻ്റർവെൽ /2 എന്ന് എടുത്താൽ മതി. ടോട്ടൽ ടൈം /2 ആണ്. ക്ലിയർ അല്ലേ? 2 ടൈം ഇൻ്റർവെല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1/2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് എ മെറ്റൽ ബോൾ. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മെറ്റൽ ബോൾ attains a terminal velocity 8 cm/s in falling through a tank of water. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് മെറ്റൽ ബോളിൻ്റെ ഡെൻസിറ്റി വന്നിട്ടുണ്ട്. അതൊരു ടെർമിനൽ വെലോസിറ്റി അച്ചീവ് ചെയ്യുന്നുണ്ട് ടു എ ടാങ്ക് ഓഫ് വാട്ടർ. ആ വെള്ളത്തിൻ്റെ ഈറ്റയും തന്നിട്ടുണ്ട്, വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് ടെർമിനൽ വെലോസിറ്റി ഇൻ എ ലിക്വിഡ് ഹാവിംഗ് ഡെൻസിറ്റി 1.2 g/cm³ ആൻഡ് ഈറ്റ 1.2 Pascal/s. ഓക്കെ. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്സ് ലൈൻ്റെ ഫോർമുല യൂസ് ചെയ്യുക. F = 6π∗AV. ഈറ്റ എന്നുള്ളത് കോഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, A എന്നുള്ളത് റേഡിയസ് ആണ്, V എന്നുള്ളതാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, V എന്നുള്ളതാണ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഞാനപ്പോൾ ഈ ഫോർമുല ഈ 6π റേഡിയസ് എല്ലാത്തിനും കോമൺ ആയിരിക്കും 2 കണ്ടീഷനിൽ. അപ്പോൾ 6πA ഒഴിവാക്കിയാൽ വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റി ആയിരിക്കും എങ്ങനെ എടുക്കുക? F/η. F എന്നുള്ള ഫോഴ്സ് അല്ലേ m/g എന്ന് എടുക്കാം ഇല്ലേ? m/g കോൺസ്റ്റന്റ്. മാസ് നമ്മൾ എപ്പോഴും എങ്ങനെ എടുക്കും? ഫോർമുല ഡെൻസിറ്റി = mass/വോളിയം. അപ്പോൾ മാസ് എന്നുള്ള ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഇതിനടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൽ വോളിയം അവിടെ പോയിന്ന്. വോളിയം വേണ്ട, കാരണം നമ്മൾ ഇത് രണ്ട് കണ്ടീഷനാണ്. വോളിയം ഓഫ് ദ ബോൾ സെയിം ആയിരിക്കും, എന്നാൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ബോളിനൊരു ഡെൻസിറ്റി ഉണ്ട്, അതൊരു ഫ്ലൂയിഡിലോട്ട് പോവുകയാണ്, അതിൻ്റെ ഡെൻസിറ്റി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ ρ - σ/η എന്ന് മാറ്റിയത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് V2/V1 2 കണ്ടീഷൻ അല്ലേ? അപ്പോൾ V2 = V1 ഇൻറ്റു ഇത് ഈ ഫോർമുല നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ ρ2 എന്ന് ഇട്ടിട്ടുള്ളൂ. ഈ ഫോർമുല നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് വൺ V1 ഇൻറ്റു ഇത് ρ2 - σ2 ബൈ ρ1 - σ1 ഇൻറ്റു η1/η2. ആക്ച്വൽ ഫോർമുല ഇതാണ്. V = എന്താണ്? ρ - σ/η എന്നാണ്. ρ - σ/η എന്നാണ്. അപ്പോൾ V2 ആയതുകൊണ്ട് V2 = V1 ഇൻറ്റു ρ2 - σ2 ബൈ σ1 ഇല്ലേ?
ഇൻറ്റു η1/η2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ 8 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോൾ എത്രയാണ്? 8 ആണ്. മൈനസ് σ2 എത്രയാണ്? ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. എവിടെയാണുള്ളത്? ഫോളിങ് ത്രൂ എ ടാങ്ക് ഓഫ് വാട്ടർ, വെള്ളത്തിലാണ്. ഇല്ല, രണ്ടാമതൊരു ലിക്വിഡിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ σ2 എന്നുള്ളത് ഒരു ലിക്വിഡാണ്, അത് 1.2. ഫസ്റ്റ് കണ്ടീഷൻ ബോളിൻ്റെ ഡെൻസിറ്റി 8 ആണ്, പോണത് വെള്ളത്തിലാണ്, അതിൻ്റെ വാല്യൂ 1 ആണ്. ഇൻറ്റു η1 10⁻³ η2 1.2. അപ്പോൾ ഫോർമുല 8 ഇൻറ്റു 8 മൈനസ് 1.2 എന്നാണ് 6.8 ബൈ വാട്ട് ഈസ് 8 മൈനസ് 1 7 ഇൻറ്റു 10⁻³ അപ്പോൾ നിങ്ങൾ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ എ കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. ക്ലിയർ ആണോ? ഫോർമുല എഴുതുന്നത് മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. ജി നമ്മൾ ഒഴിവാക്കി. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് എന്നുള്ളത് റോ ഇൻറ്റു വോളിയം എടുക്കണ്ട, കാരണം ആ ബോളിൽ വോളിയത്തിലൊന്നും മാറ്റം വരണില്ല, ഡെൻസിറ്റിയിലാണ് ചേഞ്ച് വരുന്നത്. അത് റോ മൈനസ് സിഗ്മ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ മെറ്റൽ റോഡ് ഓഫ് യങ്സ് മോഡുലസ് y ആൻഡ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ is held at its two ends such that length is kept unchanged. Its temperature is raised by T degrees Celsius. Then the linear thermal stress. Okay, നമുക്കിതറിയാം. കോഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഡെൽറ്റ എൽ ബൈ എൽ എന്നുള്ളത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ഇതൊരു ഫോർമുലയാണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിൻ്റെ ഫോർമുലയാണ് ഡെൽറ്റ എൽ ബൈ എൽ. വാട്ട് ഇസ് ഡെൽറ്റ എൽ ബൈ എൽ? ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, ഇയും കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറാണ് ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ തെർമൽ സ്ട്രെസ് ഓഫ് ദ റോഡ് ഡെവലപ്ഡ് ഈസ് വേരിയസ് ടി. ഇവിടെ സ്മോൾ ലെറ്റർ ടി എന്ന ടെമ്പറേച്ചറാണ് കേട്ടോ. ഇനി 8 ഐഡൻറ്റിക്കൽ ലിക്വിഡ് ഡ്രോപ്സ് ഈച്ച് ഓഫ് റേഡിയസ് ആർ മെർജ് ടു ഫോം എ സിംഗിൾ ഡ്രോപ്പ്. അപ്പോൾ 8 ഐഡൻറ്റിക്കൽ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയമാണ് മെർജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 8 ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് എന്നെടുത്ത്. ആർ എന്നുള്ളത് റേഡിയസ് ഓഫ് ദ സ്മോൾ ക്യൂബല്ല ഡ്രോപ്പ് ഇസ് ബിഗംസ് എന്നാണ്, ഒരു വലിയ ഡ്രോപ്പ് ആവും അല്ലേ. ആ ഡ്രോപ്പിൻ്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് എന്ന് എടുക്കാം. 8 എന്നുള്ളത് 2 ക്യൂബ് എന്ന് എഴുതാം. 8 എന്നുള്ളത് 2 ക്യൂബ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിലേഷൻ കിട്ടും. 2r ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എനർജിയുടെ ഫോർമുല എന്താണ്? സിഗ്മ ഇൻറ്റു ഏരിയ. സിഗ്മ എന്നുള്ള സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ ആണ് ഫോർമുല. സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ അത് ചേഞ്ച് ഇൻ ഏരിയ ആണ് കേട്ടോ, വെറും ഏരിയ അല്ല, ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ ഏരിയ എന്നുള്ളപ്പോൾ ആക്ച്വൽ ആ വലിയ ഒരു ഡ്രോപ്പിൻ്റെ ഏരിയ 4πr². സ്പിയർ അല്ലേ, സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്നുള്ളത് എന്താണ്? 4πr² മൈനസ് സ്മോളർ വൺ. എത്ര സ്മോളർ ഉണ്ടായിരുന്നു? 8 ഉണ്ടായിരുന്നു. അപ്പോൾ 8 ഇൻറ്റു 4πr² എന്ന് എഴുതാം. ദാറ്റ് ഈസ് സിഗ്മ ഇൻറ്റു 4π ഇൻറ്റു ആർ എന്നുള്ളത് നമ്മൾ റിലേഷൻ എടുത്ത് 2r എന്നാണ്. അപ്പോൾ r² എന്നാകുമ്പോൾ 4r² മൈനസ് 8 ഇൻറ്റു 4πr². ദാറ്റ് ഈസ് സിഗ്മ ഇൻറ്റു 4 ഇൻറ്റു 4 എന്താണ്? 16πr² മൈനസ് 32πr² എന്ന് കിട്ടും ഇല്ലേ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സിഗ്മ പൈ r² കോമൺ ആണ്. 16 മൈനസ് 32 16 തന്നെ കിട്ടുള്ളൂ അല്ലേ. പക്ഷേ ആൻസർ മൈനസ് എന്ന് കിട്ടും. മൈനസ് എന്ന് പറയുന്നത് മീനിങ് ഈ എനർജി നമുക്ക് വേറൊരു ഫോമിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ക്ലിയർ അല്ലേ? അത് ഹീറ്റ് ഈസ് റിലീസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ മൈനസ് എന്നാണ് കിട്ടണം. മൈനസ് 16 സിഗ്മ പൈ. 16 എന്നുള്ളത് നമുക്ക് 2⁴ എന്ന് എഴുതാം. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞ് 2⁴ പൈ r² ഇൻറ്റു സിഗ്മ. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ടർ ഈസ് ഫ്ലോയിങ് കണ്ടിന്യൂസ്ലി ഫ്രം എ ടാപ്പ് ഹാവിങ് എൻ ഇന്റേണൽ റേഡിയസ് 4. അപ്പോൾ നമ്മളൊരു ടാപ്പ് ഉണ്ട്. അപ്പോൾ ആ ടാപ്പ് നമുക്കൊരു ഇത് ആയിട്ടെടുക്കാം. ആ ടാപ്പിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ റേഡിയസ്. അത് എത്രയാണ്? 4 ഇൻറ്റു 10⁻³ മീറ്ററിന് തന്നിട്ടുണ്ട് അല്ലേ. ദ വാട്ടർ സ്പീഡ് അറ്റ് ദ ലീവ്സ് ദ ടാപ്പ് ഈസ്. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള വാട്ടറിൻ്റെ സ്പീഡ്, ഈ ടാപ്പിൽ നിന്ന് ലീവ് ചെയ്യുന്ന സ്പീഡാണ് 0.2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ദ റേഡിയസ് ഓഫ് ദ സ്ട്രീം അറ്റ് എ ഡിസ്റ്റൻസ് 2 ഇൻറ്റു 10⁻³ ബിലോ ദ ടാപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? വെള്ളം ഫ്ലോ ചെയ്യും ഇല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഈ വെള്ളം മേളായിട്ട് സ്പീഡ് വരുന്ന ലെങ്ത് എത്രയാണ്? ഈ ലെങ്താണ് 2 ഇൻറ്റു 10⁻⁻1 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വാട്ടർ ഡ്രോപ്പിന് ഇവിടുത്തെ റേഡിയസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ റേഡിയസ് ആണ് ക്വസ്റ്റ്യൻ. ആ വെള്ളത്തിൻ്റെ ഇവിടെ വരുന്ന റേഡിയസ് ആണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനിത് ഇത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്യാം. A1 V1 ഇസ് ഈക്വൽ ടു A2 V2.
A1 V1. അപ്പോൾ ഫസ്റ്റ് ഏരിയ എന്നുള്ളത് പൈ ഇൻറ്റു ആർ സ്ക്വയർ 4 ഇൻറ്റു 10⁻³ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി 0.2. സെക്കൻഡ് വണ്ണിൻ്റെ ഏരിയ പൈ ഇൻറ്റു നമുക്കിതിൻ്റെ ഏരിയ അറിയത്തില്ല, അപ്പോൾ ആറ് എടുക്കുക, വെലോസിറ്റി അറിയത്തില്ല. ക്ലിയർ ആണോ? എന്നാൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിൻസ് ഇത് വെർട്ടിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഇല്ലേ? നമ്മളെ ഫോർമുല വെലോസിറ്റിയും ഡിസ്റ്റൻസ് ആണെങ്കിൽ ഫോർമുല എന്താണ്? v² = u² + 2as, അല്ലെങ്കിൽ അത് a2gh ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ ഇല്ലയോ? ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആയിട്ട് മാറും. സോ v² = u² + 2gh എന്ന് എടുക്കാം, അല്ലെങ്കിൽ v² - u² = 2as. എങ്ങനെ എടുത്താലും ഓക്കെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, യു എന്നുള്ളത് 0. ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ വെലോസിറ്റി 0.2 ആണ് അല്ലേ? ആ ജെറ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്ട്രീമിൻ്റെ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല, അത് നമുക്ക് വി എന്ന് തന്നെ എടുക്കാം. അപ്പോൾ v² = u² + 2 ഇൻറ്റു ജി ഇൻറ്റു ആ സ്ട്രീമിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 2 × 10⁻⁻1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 2 എന്ന് കിട്ടും. കാരണം 0.22 0.04 ആണ്. ഇത് ഇത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ v = √4 ആൻസർ എന്തായിരിക്കും? 2 കിട്ടും. അപ്പോൾ നമുക്കിവിടെ വിക്ക് 2 എടുക്കാം, ഇവിടെ നമുക്ക് 6 കിട്ടും. അപ്പോൾ ആൻസർ 1.3 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 1.25 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ദ വർക്ക് ഡൺ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ സോപ്പ് ബബിൾ ഫ്രം ദ റേഡിയസ്. ഈ സോപ്പ് ബബിളിൻ്റെ പ്രത്യേകത ഉണ്ട്. സോപ്പ് ബബിളിൽ നിന്ന് തരുവാണെങ്കിൽ അതിൻ്റെ സർഫസ് ടെൻഷൻ ഡബിൾ ആയിരിക്കും. ഓക്കെ, സോപ്പ് ബബിൾ. എന്നാൽ ഒരു വാട്ടർ ഡ്രോപ്പോ നോർമൽ എയർ ബബിളിൽ നിന്നും ഇവിടെ ശ്രദ്ധിച്ചോളണേ, എയർ ബബിൾ ഓർ വാട്ടർ ഡ്രോപ്പ്, ഇതിന് സർഫസ് ടെൻഷൻ സിഗ്മ എന്ന് തന്നെ എടുത്താൽ മതി, വേറെ മാറ്റമൊന്നുമില്ല. എന്നാൽ സോപ്പ് ബബിളിൽ സിഗ്മ 2 ടൈംസ് ആയിരിക്കും, സർഫസ് ടെൻഷൻ ഡബിൾ ആയിരിക്കും. എപ്പോഴും ഇത് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് വർക്ക് ഡണ്ടെ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞു, ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ 4π ഇൻറ്റു ഇനിഷ്യൽ ഏരിയ എത്രയാണ്? 4ഉം റേഡിയസ് 4ഉം ഫൈനൽ 6ഉം ആണ് അല്ലേ? അപ്പോൾ 6 × 10⁻4π ഇൻറ്റു r സ്ക്വയറിൽ, അപ്പോൾ 6 × 10 സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കുക. അപ്പോൾ 6 × 10⁻² ദ ഹോൾ സ്ക്വയർ മൈനസ് 4 × 10⁻² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2. ഈ 2 എന്ന് മനസ്സിലായോ? കാരണം അത് സോപ്പ് ബബിൾ ആയതുകൊണ്ടാണ്. ക്ലിയർ ആണോ? ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ആൻസർ 1.25 mg എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ആക്സലറേഷൻ a of a particle starting from rest varies with the time according to the relation a = α_t + b the velocity. ഓക്കെ, സോ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്? ആക്സലറേഷൻ തന്നിട്ടുണ്ട് അല്ലേ? a = α_t + b. നമുക്ക് എന്താണ് പിടിക്കേണ്ടത്? വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t എന്തായിട്ട് മാറും? t² / 2 + β × t അല്ലേ? ക്ലിയർ അല്ലേ? ആക്സലറേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റി കിട്ടും, t². അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇനി ഇതൊക്കെ നോക്കുക. 0 സ്പീഡ് ബട്ട് നോൺ സീറോ ആക്സലറേഷൻ. ആക്സലറേഷൻ 0 ആയിരിക്കും, ആക്സലറേഷൻ നോൺ സീറോ ആണ്, പക്ഷേ സ്പീഡ് 0 ആണ്. അതായത് എവിടെയായിരിക്കും? നമുക്കറിയാം, നമ്മളൊരു ഒബ്ജക്റ്റ്, എ ബോഡി ഈസ് എബൌട്ട് ടു ഫോൾ ഇല്ലേ? ഇനി എക്സ്ട്രീം പൊസിഷൻ ഓഫ് എൻ ഓസിലേറ്റിംഗ് ബോഡി, ഇത് മൂന്നും പോസിബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ എക്ക് 1, 2, 3. നമ്മളൊരു സർട്ടൻ ഹൈറ്റിലുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? സർട്ടൻ ഹൈറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ജി നമ്മളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ജി നോൺ സീറോ ആണ്, പക്ഷെ നമ്മൾ വെലോസിറ്റി 0 ആണ്, അത്രേ ഉള്ളൂ. 0 സ്പീഡ് നോൺ സീറോ വെലോസിറ്റി, 0 സ്പീഡും നോൺ സീറോ വെലോസിറ്റി നോട്ട് പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. 0 വെലോസിറ്റിയും നോൺ സീറോ സ്പീഡും പോസിബിൾ ആണ്, 0 സ്പീഡും നോൺ സീറോ വെലോസിറ്റി നോട്ട് പോസിബിൾ ആണ്. ഇനി കോൺസ്റ്റൻറ്റ് സ്പീഡ് നോൺ സീറോ ആക്സലറേഷൻ, കോൺസ്റ്റൻറ്റ് സ്പീഡ് ആണെങ്കിൽ ആക്സലറേഷൻ 0, അത് നോട്ട് പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പോസിറ്റീവ് ആക്സലറേഷൻ മസ്റ്റ് സ്പീഡിങ് അപ്പ്. ആക്സലറേഷൻ പോസിറ്റീവ് ആകുമ്പോൾ മസ്റ്റ് സ്പീഡിങ് അപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോഡി വിച്ച് ഈസ് എബൌട്ട് ടു ഫോൾ, ബോഡി വിച്ച് ഇസ് എബൌട്ട് ടു ഫോൾ ആകുമ്പോൾ എന്ത് ചെയ്യാണ്? അവിടെ ആക്സലറേഷൻ എന്ത് ചെയ്യാണ്? പോസിറ്റീവ് ആണ് അല്ലേ? ബിക്കോസ് യു ആർ കമ്മിങ് നിയർ ടു ദ എർത്ത്. അപ്പോൾ നിങ്ങൾ ആക്സലറേഷൻ പോസിറ്റീവ്, മസ്റ്റ് സ്പീഡിങ് അപ്പ്, നിങ്ങൾ വെലോസിറ്റി കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയേ ഉള്ളൂ? ബോഡി വിച്ച് ഇസ് എബൌട്ട് ടു ഫോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ആക്സലറേഷൻ പോസിറ്റീവ് ആവുകയാണ്, വെലോസിറ്റി സ്പീഡിങ് അപ്പ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇനി എ ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ഹൈറ്റ് h മീറ്റർ, ഇറ്റ് ടേക്സ് t seconds ടു റീച്ച് ദ ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അഗൈൻ നമ്മളെ ഫോർമുല ഹൈറ്റ് അല്ലേ? s = ut വരത്തില്ല, ഫ്രീ ഫോൾ ഇല്ലേ? 1/2 ×
ജി ടി സ്ക്വയർ, ഇതാണ് ഹൈറ്റ് എന്നുള്ളത്. എന്നാൽ ടൈം t/2 സെക്കൻഡ്സ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടീൻ്റെ അടുത്ത് t/2 കൊടുക്കുക. അപ്പോൾ t/2 എന്നുള്ളപ്പോൾ എന്തായിട്ട് മാറും? t²/4 ഇസ് ഈക്വൽ ടു h ഡാഷ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? എന്നാൽ വാട്ട് ഈസ് ഹാഫ് ജി ടി സ്ക്വയർ? ഹാഫ് ജി ടി സ്ക്വയർ എന്നാൽ h. അപ്പോൾ h/4 ആണ് h ഡാഷ്. ക്ലിയർ അല്ലേ? അപ്പോൾ ടൈം t/2 ആയപ്പോൾ നിങ്ങളെ ഹൈറ്റ് എന്തായിട്ട് മാറി? h/4. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് വന്നിട്ട് h ആണ് ഇല്ലേ? ടോപ്പിൽ നിന്ന് ഒരു t/2ന് ഹൈറ്റ് h/4 ആണ്. അപ്പോൾ റിമൈനിങ് ഹൈറ്റ് എന്തായിരിക്കും? 3h/4. ഇതാണ് ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്, ഓക്കെ, വിത്ത് വെലോസിറ്റി യു തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് റീച്ചസ് പോയിന്റ് ABC. അവിടുത്തെ വെലോസിറ്റി u/2, u/3, u/4 തന്നിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോയിന്റ്സ് AB-യും BC ആണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പോൾ A to B ആണെങ്കിൽ നമുക്കവിടെ അഗെയിൻ ഫോർമുല എടുക്കുക. ഏത് ഫോർമുലയാണ്? v² - u² = 2as ഇല്ലേ? അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് AB-ക്കാണ്. Aന്ന് Bയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താണ്? u/3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ u²/9 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? u/2. Aൻ്റെ വെലോസിറ്റി u/2. അപ്പോൾ u²/4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു A എന്നുള്ളത് ജി എന്നെടുക്കാം, S എന്നുള്ളത് AB എന്നെടുക്കാം. ഇതൊരു ഇക്വേഷൻ നമ്പറായി. ഇനി അടുത്തത് ബിന്ന് സിയിലോട്ട് പോകുമ്പോൾ ഫൈനൽ വെലോസിറ്റി u/4 ആണ്. അപ്പോൾ u²/16 മൈനസ് u²/9 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു G ഇൻറ്റു BC എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഡിവൈഡ്. അപ്പോൾ u² എല്ലാം ക്യാൻസലായി പോകും ഇല്ലേ? ക്ലിയർ അല്ലേ? ഈ 2g ക്യാൻസലായി ഇപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് AB/BC. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ AB/BC എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് AB എന്താണ്? u² മൈനസ് u², അതായത് 4 മൈനസ് 9/9 ഇൻറ്റു 4 എന്ന് വരും. ഇവിടുത്തെ ആൻസറോ 9 മൈനസ് 16 ഇൻറ്റു മേളിൽ എന്ത് പോകും? 9 ഇൻറ്റു 16 വരും. ഇത്രയേ ഉള്ളൂ. u² ഒക്കെ ക്യാൻസലായി പോകും. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ആൻസർ 20/7. ഓക്കെ, അടുത്തത്. എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് ഫ്രം എ ഹൈറ്റ് h. ഒരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിൽ നിന്ന് ബോൾ നമ്മൾ മേളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഇത് വെലോസിറ്റി v. അറ്റ് ദ ടൈം അറ്റ് വിച്ച് ദ ബോൾ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഇത് നേരെ പോയിട്ട് മേളിൽ പോയിട്ട് ഇത് തിരിച്ച് നേരെ താഴോട്ട് വരും ഇല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് S = ut + ½ AT². അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ പോയിൻറ്റ്സ് A-ന്ന് B, B-ന്ന് C, C-ന്ന് D ആണ് ഇല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ A-ന്ന് B-യും B-ന്ന് C-യും ഓപ്പോസിറ്റ് ആണ്. A-ന്ന് B മേളിലോട്ടാണ്, B-ന്ന് C താഴോട്ട്. അത് ക്യാൻസലായി പോകും. C to D താഴോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് S എന്നുള്ളത് ഞാൻ -h എന്നെടുക്കും. കാരണം C to D ഡൗൺവേർഡ് ആയതുകൊണ്ട് ഹൈറ്റ് -h എന്നെടുക്കാം. ഇവിടെ U എന്നുള്ളത് V തന്നിരിക്കുന്നത്, V ഇൻറ്റു T. ക്ലിയർ അല്ലേ? ഇനി ഇത് താഴോട്ട് G എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ½ G ഇൻറ്റു T². അപ്പോൾ ഇതാണ് ഫോർമുല. ഇത് നമ്മൾ ഇവിടെ നിന്ന് T നമ്മൾ സോൾവ് ചെയ്യണം. ഏത് ഫോർമുല യൂസ് ചെയ്യാം? നമ്മളെ ഫോർമുല x = -b ± √b² - 4ac/2a. നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് T² അല്ലേ ക്വാഡ്രാറ്റിക് ഫോർമുല വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ മോഡിഫൈ ചെയ്ത് എഴുതണം. എങ്ങനെ എഴുതാം? ½ GT², മൈനസിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരിക. അപ്പോൾ ½ GT² മൈനസ് VT മൈനസ് h = 0. ഇത് നമ്മളെ ഇക്വേഷനിലേക്ക് h = -b ± ഇവിടെ x എന്ന് പറഞ്ഞാൽ t ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോമിൽ എഴുതാം. സോ v + √v² + 2gh/g എന്ന് കിട്ടും. v/g കോമൺ, ബിക്കോസ് നമുക്ക് പോസിറ്റീവ് ആൻസർ വേണ്ടതാണ്. ഞാൻ പ്ലസ് മാത്രമേ എടുക്കുന്നുള്ളൂ. v/g പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ 1 + ഇവിടുത്തെ v² നമ്മൾ പുറത്തേക്ക് എടുക്കാം. v² പുറത്തേക്ക് എടുത്താൽ അത് എന്തായിട്ട് മാറും? v ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. അതായത് ഇത് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. v/g ± √v² + 2gh/g എന്ന് വരും. ഇതൊരു ഓക്കെ അല്ലേ? എനിക്ക് v/g ആണ് പുറത്തേക്ക് എടുക്കേണ്ടത്. ഞാൻ ± പ്ലസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് റൂട്ടിൻ്റെ അകത്ത് v² ഉണ്ട്. ആ v പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതേണ്ടത് 1 + 2
2gh/v² എന്ന് എഴുതാം. ഇത് മനസ്സിലായോ? v² പുറത്തേക്ക്, റൂട്ടിൻ്റെ പുറത്തേക്ക് v² എടുക്കുമ്പോൾ v ആവും, അകത്ത് 2gh/v² എന്ന് വരും ഇല്ലേ. ഈസ് ഈക്വൽ ടു v/g ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 + √1 + 2gh/v². അതാണ് ആൻസർ. ക്ലിയർ അല്ലേ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ സ്പ്രിങ് ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്പ്രിങ് സീരീസ് ആണ്. സ്പ്രിങ് സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് k എന്നുള്ളത്, സിൻസ് 2 സ്പ്രിങ് ഉണ്ട് ഇല്ലേ, 1/k = 1/k1 + 1/k2 ആണ്. ഇത് സീരീസ് ആണ്. പാരലൽ ആണെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസിൻ്റെ ഫോർമുല 1/2π × k/m ആണ്. ഇവിടെ k എന്ന് പറയുന്നത് എഫക്റ്റീവ് k ആണ്. അപ്പോൾ kക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ kൻ്റെ വാല്യൂ എന്താവും? k1 k2/k1 + k2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? എന്നാൽ ഈ ആൻസർ കിട്ടത്തില്ല കേട്ടോ. ഇവർ പറയണത് ഇനിഷ്യലി ഇതാണ് നമ്മളെ ഫ്രീക്വൻസി, k1 k2/k1. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയണത് ഇഫ് നൗ ബോത്ത് k1 ആൻഡ് k2 ആർ മെയ്ഡ് 3 times the original value. If both k1 and k2 are made 3 times the original value ഇല്ലേ. അപ്പോൾ ബോത്ത് k1 ആൻഡ് k2 ആർ മെയ്ഡ് 3 times the original value ആണെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ k1 3k1 എന്ന് എടുക്കുക, k2 3k2 എന്ന് എടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ ആൻസർ √3f വരത്തില്ല കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ആൻസറിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബോത്ത് k1 ആൻഡ് k2 ആർ മെയ്ഡ് 3 times എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കണം. ഓക്കെ, ഇഫ് നൗ ബോത്ത് k1 ആൻഡ് k2 ആർ മെയ്ഡ് 3 times the ഒറിജിനൽ വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിൽ മാക്സിമം ആക്സലറേഷൻ്റെ ഫോർമുല ω²h ആണ്. മാക്സിമം എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ആംപ്ലിറ്റ്യൂഡ് എന്ന് എടുത്താൽ മതി. ഇവിടെ a എന്നുള്ളത് ആക്സലറേഷൻ തന്നിട്ടുണ്ട് 0.125 = ω² ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 2 cm ആണ്. അപ്പോൾ 2 × 10⁻⁻² എന്ന് എടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഈ ലൈൻ നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ω² 0.0625 × 10⁻² എന്ന് കിട്ടും. ഇനി ഒമേഗയുടെ ഫോർമുല എന്താണ്? 2π/t ആണ്. ഇവിടെ ω² ആണ് 0.0625 × 10⁻². അപ്പോൾ ഇവിടെ ആൻസർ ω² = 6.25 എന്ന് കിട്ടും ഇല്ലേ. 625 എന്ന് പറയുന്നത് 25² ആണ് അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ ω എന്നുള്ളത് 2.5 എന്ന് കിട്ടും. അപ്പോൾ t = 2π/2.5 ഈ രീതിയിലായിരിക്കും വരിക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻസർ 0.8 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ. സോ അടുത്തത് എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് and oscillates with the period 1 second. At what minimum time will be the kinetic energy become 1/4 of the total energy. ഓസിലേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിക്കും ഒരേ വാല്യൂ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ കൈനറ്റിക് എനർജി 12 mv² എടുക്കാം, ഈസ് ഈക്വൽ ടു 1/4 ടോട്ടൽ എനർജി. പക്ഷേ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജീൻ്റെ മാക്സിമം ആണ്. ഇതാണ് ഓസിലേഷൻസിലുള്ളത്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജീൻ്റെ മാക്സിമം, അതായത് വെലോസിറ്റി മാക്സിമം ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1/2. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. രണ്ടിടത്തുള്ള 1/2m 1/2m ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ ഇവിടെ v² = v² max/4 എന്ന് കിട്ടും. v എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓസിലേഷനിൽ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്താണ്? a sin ωt ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ ആണെങ്കിൽ. വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? a ω cos ωt. ഓക്കെ, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് v² max എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാക്സിമത്തിൻ്റെ ഫോർമുല a ω ആണ്. ക്ലിയർ അല്ലേ? ബിക്കോസ് വെലോസിറ്റീൻ്റെ ഫോർമുല ω × √a² - h² ആണ്. വെലോസിറ്റി മാക്സിമം എന്ന് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് മാറും. അപ്പോൾ ω എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ a ω എന്ന് ഇട്ടത്. a ω ക്യാൻസൽ ആകുമ്പോൾ cos ωt = 1/2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ cos ωt = 1/2 ആണെങ്കിൽ വാട്ട് ഈസ് ω2? cos ഇൻവേഴ്സ് 1/2. വാട്ട് ഈസ് cos ഇൻവേഴ്സ് 1/2? π/3 എന്ന് കിട്ടും. ഇനി ഒമേഗയുടെ വാല്യൂ എന്താണ്? 2π/t ആണ്. ഇൻറ്റു t = π/3. അപ്പോൾ t = t/6 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ ആണോ?
ക്ലിയർ അല്ല, t/1/6 seconds. ഓക്കെ, ഇനി ഗ്രാഫ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ ഇൻറ്റു √(a² - x² ആണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഇക്വേഷൻ നിങ്ങളുണ്ടല്ലോ, ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്താലും മതി. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ റിലേഷനാണ്. അപ്പോൾ ഞാനൊരു സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ v² = ω² ഇൻറ്റു a² - x². ഉണ്ടോ, വെലോസിറ്റിയും സ്ക്വയറാണ്, ഡിസ്പ്ലേസ്മെൻറ്റും സ്ക്വയറാണ്. അപ്പോൾ അത് പാരബോളിക് അല്ല. പാരബോളിക് ആണെങ്കിൽ വെലോസിറ്റി ലീനിയറും പാരബോളിക് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഏതെങ്കിലും ഒന്ന് സ്ക്വയർ ആയാൽ മതി. ഇവിടെ ഇപ്പോൾ രണ്ടും സ്ക്വയറാണ്, വെലോസിറ്റിയും സ്ക്വയറാണ്, ഡിസ്പ്ലേസ്മെൻറ്റും സ്ക്വയറാണ്. അപ്പോൾ ലുക്സ് ലൈക്ക് ആൻ എലിപ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം, സമയം പോയി. a² ω² - ω² എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡിവൈഡ് ചെയ്തെടുത്താലും മതി. ഇതെല്ലാം ഒരു സൈഡ് കൊണ്ടുപോവുക, ഡിവൈഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷനിലേക്ക് ഫ്രെയിം ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഷുഡ് ബി ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഫോർ ദ പീരിയഡ് ഓഫ് ഇൻക്രീസ് ബൈ 10%? ടൈം പീരീഡ് 10% കൂടിയാൽ ലെങ്ത് എത്ര ടൈംസ് കൂടുന്നതാണ് ക്വസ്റ്റ്യൻ. വെൻ യുവർ ടൈം പീരീഡ് ഇൻക്രീസസ് ബൈ 10%, വാട്ട് ഹാപ്പൻസ് ടു യുവർ ലെങ്ത്? അപ്പോൾ t = 2π × √(L/g). ഞാൻ ഇവിടെ നിന്ന് എടുക്കാം, 2π ഒക്കെ ഒഴിവാക്കാം, g ഒഴിവാക്കാം. അപ്പോൾ t² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L എന്ന് എടുക്കാം. ടൈം എത്ര ശതമാനം കൂടി? 10% കൂടി. 10% കൂടിയ ഷോർട്ട് കട്ടാണ് 1.10. 1 എന്ന് ഉദ്ദേശിക്കുന്ന ഒറിജിനൽ വാല്യൂ. 0.10 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ എന്ന് 1 എന്നുള്ളത് എന്താണ്? ഒറിജിനൽ വാല്യൂ. അപ്പോൾ ഒറിജിനൽ വാല്യൂ എന്ന് 10% കൂടി, അതാണ് 1.10 t². ഓക്കെ, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L'. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. 1.10 എന്നുള്ളത് സ്ക്വയർ ചെയ്യുമ്പോൾ 1.21 എന്ന് കിട്ടും. അപ്പോൾ 1.21 എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള ഒറിജിനൽ വാല്യൂ അല്ലേ? അപ്പോൾ ഒറിജിനൽ വാല്യൂയിൽ നിന്ന് എത്ര ശതമാനം കൂടിയിട്ടുണ്ട്? 21%. അപ്പം 1.10 എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂയിൽ നിന്ന് 10%. അപ്പോൾ ടൈം പീരീഡ് 10% കൂടുമ്പോൾ ലെങ്ത് എത്ര ശതമാനം കൂടി? അതിനെ സ്ക്വയർ ചെയ്താൽ മതി. എത്ര ശതമാനം കൂടി? 21% കൂടി. അപ്പോൾ ആൻസർ എത്രയാണ്? 21. ക്ലിയർ അല്ലേ? ഇനി ഇഫ് ദ വേരിയേഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് അക്കോർഡിംഗ് ടു ദ റിലേഷൻ x = 3 cos πt + sin πt ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. 3 cos πt + 3 sin πt. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനിൽ കോസും ഉണ്ട് സൈനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല ചോദിക്കുകയാണെങ്കിൽ ഫോർമുല എത്തുള്ള √കോസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ റിസൾട്ടൻ്റെ ഫോർമുല. എങ്ങനെ എടുത്താൽ ഓക്കെയാണ്. നെറ്റ് റിസൾട്ടൻ അല്ലെങ്കിൽ നെറ്റ് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ എടുത്താൽ ഓക്കെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കോസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 3² പ്ലസ് സൈനിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? അഗെയിൻ 3². അപ്പോൾ √9 + 9. അപ്പോൾ റൂട്ട് എത്ര കിട്ടും? √18 കിട്ടും ഇല്ലേ? 3² 9, 9 + 9 18 കിട്ടും. അപ്പോൾ √18 എന്ന് പറയുന്നത് എത്ര? 9 × 2, അതായത് 3 ടൈംസ് √2 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ബിറ്റ്വീൻ y = -a ആൻഡ് y = +a. ഇഫ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ടു ഗോ ഫ്രം y = 0 to y = a/2 is 1 second. ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ഗോയിങ് ഫ്രം y = a/2 to y = a. അതിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണം. നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് എടുത്താൽ മതി. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ മാത്രം എഴുതി y = a sin ωt എന്ന് എഴുതിയാൽ മതി. ഫസ്റ്റ് തന്നിരിക്കുന്നത് y = 0. അപ്പോൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin ωt = 0 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ωt = sin inverse 0. sin inverse 0 എന്താണ്? 0. ക്ലിയർ അല്ലേ? ഒമേഗ എന്നുള്ളത് എന്താണ്? 2π/t × t = 0. ക്ലിയർ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? t = 0. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എന്താ വേണ്ടത്? y = a/2. അപ്പോൾ yയിൽ നമ്മൾ എന്ത് കൊടുക്കണം? a/2. അപ്പോൾ a/2 = a sin ωt എന്ന് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ sin ωt = 1/2 or ωt = sin inverse 1/2. ഓക്കെ, ഇത് ഞാൻ t1 എന്ന് എടുക്കാം. ഓക്കെ, ഇതിനെ t2 എന്ന് എടുക്കാം. ബട്ട് sin inverse 1/2 എന്നുള്ള 60 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ 60 ഡിഗ്രി ആകുമ്പോൾ π/3 ആണ്. അപ്പോൾ ഒമേഗ എന്നുള്ളത് എന്താണ്? 2π/t × t2. അപ്പോൾ പൈയും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടും t2 = t/6 എന്ന് കിട്ടും.
ഇത് ഓക്കെ ആണോ? ഈ T/6 എന്നാണ് അവർ തന്നിരിക്കുന്നത് 1 സെക്കൻഡ് അല്ലേ. വാട്ട് ഈസ് y ഈക്വൽ ടു 0 ടു y ഈസ് ഈക്വൽ ടു a/2 ഈസ് 1 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0ക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇല്ലേ ഈ രണ്ടിൻ്റെ ടൈം ഡിഫറൻസ് എടുത്താൽ മതി. y ഈക്വൽ ടു 0ക്ക് t1 എന്താണ് 0, t1 എന്താണ് 0. y ഈക്വൽ ടു a/2ന് t2 എന്താണ് t/6. അപ്പോൾ ഡിഫറൻസ് എടുത്താൽ മതി. t2 മൈനസ് t1 ആണ് 1 സെക്കൻഡ് തന്നിട്ടുള്ളത്. അപ്പോൾ t2 മൈനസ് t1 ആണെങ്കിൽ ആൻസർ എന്ത് കിട്ടും? t മൈനസ് 6 ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഇത് മനസ്സിലായോ? ഇനി അടുത്ത എന്താ തന്നിരിക്കുന്നത്? y ഇസ് ഈക്വൽ ടു a തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ a എന്നുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാം? a ഇസ് ഈക്വൽ ടു a സൈൻ ഒമേഗ ടി നടക്കും. ഇതും ക്യാൻസലാവും. അപ്പോൾ 1 കിട്ടും. അപ്പോൾ സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1 ആർ ഒമേഗ ടി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്, π/2 ആണ്. അപ്പോൾ ഇത് ഒമേഗ t3 എന്ന് എടുക്കാം. അപ്പോൾ t3 ഈസ് ഈക്വൽ ടു എന്തായിട്ട് കിട്ടും? പൈ ക്യാൻസൽ. ഒമേഗ എന്നുള്ളത് 2π/t അല്ലേ, ഈസ് ഈക്വൽ ടു π/2 ആണ്. പൈയും ക്യാൻസൽ ആവും ഇല്ലേ. ക്ലിയർ ആണോ? അപ്പോൾ t3 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? t/4 എന്ന് കിട്ടും. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്നുമില്ല, ആ സൈൻ ഒമേഗ ടീൻ്റെ ഇക്വേഷനിൽ ആദ്യം നമ്മൾ y എന്തോ എടുത്ത് 0 എടുത്ത് y a/2 കൊടുത്ത് അടുത്തത് yക്ക് a കൊടുത്തപ്പോൾ കിട്ടിയ ടൈമാണ് t/4. അത് മനസ്സിലായില്ലയോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവർക്ക് വേണ്ട ടൈം ഇൻ്റർവൽ ഏത് തൊട്ട് ഏത് വരെയാണ്? ടൈം ഇൻ്റർവെൽ a/2 ടു a ഇല്ലേ. a/2 ടു a എന്ന് പറയണത് എക്ക് t2 ആണ്, a/2ന് 3. അപ്പോൾ നമുക്ക് t3 മൈനസ് t2 ഇസ് ഈക്വൽ ടു എന്താണ്? t/4 മൈനസ് t/6 എന്ന് എടുക്കാം ഇല്ലേ. അപ്പോൾ LCM അല്ലെങ്കിൽ 60 മൈനസ് 40/24 എന്ന് എടുക്കാം. അപ്പോൾ 2t/24. അപ്പോൾ t/12 കിട്ടും. അപ്പോൾ t/6-നാണ് 1 സെക്കൻഡ്സ്. അപ്പോൾ t/12-ന് എത്ര സെക്കൻഡ് ആയിരിക്കും? എനിവൺ? t/6-ന് 1 സെക്കൻഡ്. അപ്പോൾ t/12-നാണെങ്കിലോ t/12 കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? t/6-നല്ലേ 1 സെക്കൻഡ്. അപ്പോൾ t/12-ന് എന്ത് കിട്ടണമെന്നാണ് ക്വസ്റ്റ്യൻ. t/12 ആകുമ്പോൾ എന്താവും? അതിൻ്റെ ഡബിൾ ആണല്ലേ. ക്ലിയർ അല്ലേ? t/6 എന്ന് പറയണത് 1 സെക്കൻഡ് ആണെങ്കിൽ t/12 എന്നുള്ളത് എന്തായിട്ട് മാറും? ഡബിൾ അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 2 സെക്കൻഡ്സ് ആയിട്ട് മാറും. ഓക്കെ ആണോ? ഓക്കെ. സോ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ ആൻസർ ഓക്കെ t2 t/12. ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ t/4. ഇത് ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഇനി തെർമോഡൈനാമിക്സിൻ്റെ ഉണ്ട്. നമുക്ക് ഇതുവരെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത സ്ലൈഡിൽ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുവരെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ബാക്കിയുള്ളത് ഇട്ടേക്കാം. ഓക്കെ അല്ലേ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് 200ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 200ഓളം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അഡീഷണൽ വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡെയിലി ഇടത്തുള്ളൂ കേട്ടോ, ബിക്കോസ് ഇന്നിപ്പോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നാളെ കുറച്ച് ക്വസ്റ്റ്യൻ, അങ്ങനെ ഈ ഫ്രൈഡേ വരെ കാണും. അപ്പോൾ ഇന്നിപ്പോൾ മൺഡേ ടു ഫ്രൈഡേ വരെ കാണും. അപ്പോൾ 200 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പം എനിക്ക് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് തരുവാണെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഈ 200 ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഒരു 2 days കൂടെ കൊണ്ട് നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആവും.